Okay, so hello everyone. Welcome to 90 plus double power tuition, world's first learning assurance model. My name is Henaz and I will be teaching you the workout session today. Okay, so yesterday we had the concept session. ഇന്നലെ concept session നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? We learned measurement of measurement of length ആണ് നമ്മൾ ഇന്നലെ പഠിച്ച time അല്ല. Measurement of length and motion എന്നുള്ള ചാപ്റ്ററിൽ ലെങ്തിനെ എങ്ങനെയൊക്കെ മെഷർ ചെയ്യാം നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഓൾഡ് കാലഘട്ടത്തിലൊക്കെ ഹൗ ഡിഡ് ദേ മെഷർ തിങ്സ് ദേ മെഷർഡ് യൂസിങ് ബോഡി പാർട്സ് എന്ന് നമ്മൾ കണ്ടു അല്ലെ ആൻഡ് കുറച്ച് എക്സാമ്പിൾസും കണ്ടു ബോഡി പാർട്സ് ഏതൊക്കെ യൂസ് ചെയ്ത് മെഷർ ചെയ്തു ഹാൻഡ് സ്പാൻ ഫുഡ് സ്പാൻ ക്യൂബിറ്റ് ആം സ്പാൻ സ്ട്രൈഡ് ഇങ്ങനെ പേസ് ഇങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസും നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു വി ഓൾസോ റെഡ് അബൌട്ട് the Indian system, the ancient measurement systems used in India. ഇന്ത്യയിൽ യൂസ് ചെയ്ത മേജർ ആയിട്ടുള്ള ത്രീ മെഷർമെന്റ് യൂണിറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായി അങ്കുല ധനുഷ ആൻഡ് യോജന അങ്കുല എന്ന് വെച്ചാൽ വിഡ്ത്ത് ഓഫ് എ ഫിംഗർ എന്നായിരുന്നു ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ പഠിച്ചു ബോഡി പാർട്സ് യൂസ് ചെയ്യുന്നത് അത്ര അങ്ങോട്ട് അക്യൂറേറ്റ് അല്ല വി വോണ്ട് ഗെറ്റ് കറക്റ്റ് മെഷർമെന്റ്സ് വി വിൽ നെവർ ഗെറ്റ് അക്യൂറേറ്റ് മെഷർമെന്റ്സ് ഇഫ് വി യൂസ് ബോഡി പാർട്സ് ഫോർ മെഷറിംഗ് സോ ഇൻസ്റ്റെഡ് ഓഫ് ബോഡി പാർട്സ് എന്ത് യൂസ് ചെയ്യാൻ തുടങ്ങി SI സിസ്റ്റം എന്നൊരു സിസ്റ്റം കൊണ്ടുവന്നു ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്നറിയപ്പെടുന്ന SI സിസ്റ്റം കൊണ്ടുവന്നു എല്ലാ നേഷൻസും കൂടി സംസാരിച്ചുറപ്പിച്ച് SI സിസ്റ്റം കൊണ്ടുവന്നു ആൻഡ് SI സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്ത വൺ സ്റ്റാൻഡേർഡ് സിംഗിൾ സ്റ്റാൻഡേർഡ് സിസ്റ്റത്തിനെയാണ് SI സിസ്റ്റം എന്ന് പറയുക ഐ എം ജസ്റ്റ് ഗിവിംഗ് എ റീക്യാപ്പ് ഓക്കെ റീക്യാപ്പ് കഴിഞ്ഞിട്ട് ഇന്നലത്തെ പോർഷനിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്താൽ മതി അത് ഡിസ്കസ് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും സിദ്ധാർത്ഥ് എന്താ പോസ്റ്റ് ചെയ്തേക്കുന്നത് എന്റെ ചാറ്റുകളല്ല പോസ്റ്റ് അയാണ്ട് മിസ്സിനെ കോപ്പി ചെയ്തത് അയാണ്ട് ഓക്കെ ഫൈൻ ഓക്കെ സോ അതിനുശേഷം വി ഓൾസോ സോ വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ബോഡി പാർട്സ് യൂസ് ചെയ്താൽ കുറെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് എന്തൊക്കെയായിരുന്നു ബോഡി പാർട്സ് ഡിഫർ ഇൻ സൈസ് അവരുടെ സൈസ് ഒക്കെ മാറുന്നതനുസരിച്ച് നമുക്ക് റീഡിങ്സ് തെറ്റും എല്ലായിടത്തും ഇരുന്ന് ഒരാൾക്ക് തന്നെ പോയി എല്ലാം മെഷർ ചെയ്യാൻ പറ്റില്ലല്ലോ സോ അതുകൊണ്ടാണ് SI യൂണിറ്റ് സിസ്റ്റം കൊണ്ടുവന്നത് തന്നെ ആൻഡ് ബൈ ദ എൻഡ് ഓഫ് യെസ്റ്റർഡേസ് ക്ലാസ് വി ലേൺ സം ഓഫ് ദ ടെക്നിക്സ് ടു കറക്റ്റ്ലി മെഷർ അല്ലേ ലെങ്തിനെ മെഷർ ചെയ്യാൻ നേരം നമ്മൾ എടുക്കേണ്ട കുറച്ച് പ്രിക്വേഷൻസ് അല്ലെങ്കിൽ ഹൗ ടു മെഷർ കറക്റ്റ്ലി ഒരു 3 പോയിന്റ്സോളം നമ്മൾ പഠിച്ചു അല്ലെ 4 പോയിന്റ്സ് പഠിച്ചു ഫസ്റ്റ് പോയിന്റ് വാസ് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമ്മൾ ഒബ്ജക്റ്റ് വെക്കുക ഇപ്പൊ ഈ പെണ്ണിനെ എനിക്ക് മെഷർ ചെയ്യണമെങ്കിൽ ഐ ഹാവ് ടു കീപ് ഇറ്റ് വെരി ക്ലോസ് ടു ദ സ്കെയിൽ ആൻഡ് സ്കെയിലിനെ പാരലൽ ആയിട്ട് തന്നെ വെക്കണം രണ്ടും കൂടെ ക്രോസ് ചെയ്തോ മറിച്ചോ തിരിച്ചോ ഒന്നും വെക്കാതെ ഐ ഹാവ് ടു മേക്ക് ഷുവർ ദേ ആർ പാരലൽ ടു ഈച്ച് അതർ ഫസ്റ്റ് പോയിന്റ് അതായിരുന്നു സെക്കൻഡ് പോയിന്റ് വാസ് make sure your eyes are directly above the point to measure അല്ലെ മെഷർ ചെയ്യുന്നതിന്റെ നേരെ മേളിൽ നിന്ന് തന്നെ നമ്മൾ നോക്കണം ഈ സൈഡിൽ നിന്നോ ഈ സൈഡിൽ നിന്നോ ഒന്നും ഒളിഞ്ഞൊന്നും നോക്കരുത് മേക്ക് ഷുവർ our eyes are straight towards the point പോയിന്റിലോട്ട് സ്ട്രെയിറ്റ് തന്നെ നോക്കണം തേർഡ് പോയിന്റ് വി ലേൺ വാസ് ബ്രോക്കൺ സ്കെയിൽ ഉണ്ട് എങ്കിൽ ഹൗ ടു മെഷർ യൂസിങ് എ ബ്രോക്കൺ സ്കെയിൽ ഒരു ബ്രോക്കൺ സ്കെയിൽ വെച്ച് മെഷർ ചെയ്യാൻ ഉള്ള റീഡിങ്സ് തൊട്ട് നമ്മൾ മാർക്ക് ചെയ്യുക ആൻഡ് സബ്ട്രാക്ട് ചെയ്യുക കിട്ടിയ റീഡിങ്സിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക സോ വിൽ നോ ഹൗ ടു മെഷർ യൂസിങ് എ ബ്രോക്കൺ സ്കെയിൽ നാലാമത് നമ്മൾ പഠിച്ചു നമ്മളെ പോലെ പ്രിവിലേജ്ഡ് അല്ലാത്ത ബ്ലൈൻഡ് ആയിട്ടുള്ള വിഷ്വലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികൾക്കും മെഷർ ചെയ്യണ്ടേ അപ്പൊ അവർക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് സിസ്റ്റം തന്നെയുണ്ട് വിച്ച് ഇസ് കോൾഡ് ദ ബ്രെയിലി സിസ്റ്റം ഓക്കെ സോ ഇത്രയും കാര്യങ്ങളായിരുന്നു ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അല്ലെങ്കിൽ വിൽ മൂവ് ഓൺ ടു ദ വർക്ക്ഔട്ട് സെഷൻ ആരോ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് ഞാൻ ഇപ്പൊ കണ്ടായിരുന്നു ആരായിരുന്നു യെസ് അനാമിക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ത് ലെങ്ത് ആം ലെങ്ത് നമ്മുടെ കൈയുടെ നീളം ഷോൾഡർ മുതൽ ഫിംഗർ ടിപ്പ് വരെ അതൊക്കെ അങ്ങനെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം ഒരു ഹാൻഡ് സ്പാൻ ആം ലെങ്ത് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ ഓക്കെ ഡെനീസക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഫിംഗർ ലെങ്ത് ആണ് പറഞ്ഞ പോലെ ബാക്കി ധനുഷ എന്നൊക്കെ പറയുന്നത് അതൊന്നും നമുക്ക് പഠിക്കണം ധനുഷ അങ്കുല യോജന മൂന്നും
നെയിംസ് അറിയണം. അങ്കുല എന്താ വിഡ്ത്ത് ഓഫ് ദ ഫിംഗർ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ട്രഡീഷണലി ആൾക്കാർ അല്ലെങ്കിൽ ഇപ്പോഴും ട്രഡീഷണൽ കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അത്രയും പഠിച്ചാൽ മതി, അതിൽ കൂടുതൽ വേണ്ട. അപ്പൊ ധനുഷ എന്താണെന്ന് പഠിക്കണം. ധനുഷ എന്താ യോജന എന്താന്ന് വേണ്ട, അങ്കുല മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, രണ്ടും കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നു, അത്രയും മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് ദ വർക്ക്ഔട്ട് സെഷൻ. വർക്ക്ഔട്ട് സെഷന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഐ ബി ഷോയിങ് യു സം ക്വസ്റ്റ്യൻസ്. ഓക്കെ, ആദ്യമേ ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് ഓടിച്ച് കാണിക്കാം. ആരും എഴുതിയൊന്നും എടുക്കണ്ട. നമുക്കൊരു 5, 9, 13 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ഓരോരുത്തരോടായിട്ടാണ് ചോദിക്കാൻ പോകുന്നത്. നമുക്ക് ഏകദേശം 30 സ്റ്റുഡൻസും ഉണ്ട്. സോ ഓരോരുത്തർക്കും ഓരോ ക്വസ്റ്റ്യൻ വീതമായിരിക്കും ഇന്ന് കിട്ടുന്നുണ്ടാവുക. അതിന്റെ ഇടയ്ക്ക് ഞാൻ എനിക്ക് തോന്നുന്ന കയ്യിൽ നിന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ ആരോടെങ്കിലും ഒക്കെ കാണുന്ന ഓർഡറിൽ ചോദിക്കും. ആൻഡ് ഐ വോണ്ട് എവ്രി വൺ ടു ഗിവ് കറക്റ്റ് ആൻസേഴ്സ്. ആൻസേഴ്സ് അറിയില്ലെങ്കിൽ ഞാൻ വഴക്കൊന്നും പറയില്ല, വിൽ ജസ്റ്റ് ഡിസ്കസ് ഇറ്റ്. ബട്ട് ഐ ഹോപ്പ് യു നോ ദി ആൻസർ. ഓക്കെ, അപ്പൊ ഇന്നലത്തെ ക്ലാസ്സിൽ നല്ല ക്ലിയർ ആയിട്ട് കുറേ സമയം എടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ ഷാൽ വി സ്റ്റാർട്ട് ദ സെഷൻ? ഓൾ ഓക്കെ, ഓൾ ഗുഡ്? Yes, ma'am. ഓക്കെ, സോ ഞാൻ നിങ്ങളെ എല്ലാവരെയും മ്യൂട്ട് ചെയ്യും. എന്നിട്ട് ഞാൻ ഓരോരുത്തരെ വിളിച്ച് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അപ്പൊ തരുമായിരിക്കും ചെയ്യാം. ഓക്കെ, മാം, സ്നേഹ നമ്മള് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ അറിയെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടോട്ടെ. ആൻസർ ഞാൻ ചോദിക്കുന്ന ഒരാള് മാത്രം അൺമ്യൂട്ട് ചെയ്ത് പറയാം. ബാക്കിയുള്ളവർക്ക് അറിയാമെങ്കിൽ ചാറ്റ് ബോക്സ് ഇട്ടോ. നിങ്ങൾക്ക് ഒരു എക്സാം പോലെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാമല്ലോ. ടീച്ചർ, യെസ്, ഞാൻ ഇപ്പഴാ കേറിയ, എന്ത് ചെയ്യാനായി ചാറ്റ് പോസ്റ്റില്? ഇപ്പൊ വർക്ക്ഔട്ട് സെഷൻ ആണ് അനേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഓരോരുത്തരോട് ഓരോരോ ക്വസ്റ്റ്യൻ ചോദിക്കും. അതിനുള്ള ആൻസർ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് പറയാ. ഞാൻ ഇപ്പൊ എല്ലാരെയും മ്യൂട്ട് ചെയ്യും. അൺമ്യൂട്ട് ചെയ്യേണ്ട സമയത്ത് ഞാൻ ആ ഓപ്ഷൻ ഓൺ ആക്കി തരുകയുള്ളൂ. ഓക്കെ, ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു റിവിഷന് വേണ്ടി നിങ്ങൾക്ക് ആൻസർ ഇടാം, അത്രേ ഉള്ളൂ. നിർബന്ധമൊന്നും. ഓരോരുത്തർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ വളരെ റാൻഡം ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ആരെയാ വിളിക്കുന്നതെന്ന് ഒറ്റ പ്രാവശ്യം വിളിക്കൂ. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ക്യാൻസൽ. ഓക്കെ, താങ്ക് യു ടീച്ചർ. ഓക്കെ, ഫൈൻ. ഓക്കെ, ഇനി ധ്യാനാണോ ഇപ്പൊ എന്നെ വിളിച്ചത്? No, ma'am, I didn't got it. ഡെനീസ, ഓക്കെ, വെയിറ്റ്. യാ, ആൻസേഴ്സ് ടൈപ്പ് ചെയ്യണം. റോങ് ആൻസേഴ്സോ? റോങ് അല്ല, ലോങ്, വലിയ ആൻസേഴ്സ്. ലോങ് ആയിട്ടുള്ളതില്ല, വേണമെന്നില്ല. ടൈപ്പ് ചെയ്യണമെന്ന് നിർബന്ധം ഇല്ലടാ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ജസ്റ്റ് ഒരു കൺഫർമേഷൻ, ഒരു റീഅഫർമേഷൻ പോലെ ടൈപ്പ് ചെയ്താൽ മതി. ടൈപ്പ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ബട്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഏതാന്ന് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ ഒറ്റ പ്രാവശ്യം വിളിച്ച് കിട്ടിയില്ലെങ്കിൽ എനിക്ക് കംപ്ലൈന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ആൻസർ ചെയ്തില്ല എന്നുള്ള ഒരു ഓപ്ഷൻ എനിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ സത്യസന്ധമായിട്ട് തന്നെ ചെയ്യും. അതുകൊണ്ട് എല്ലാരും അപ്പ ആൻസേഴ്സ് തരണം. ഓക്കെ, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാ ആൻസേഴ്സ് അറിയായിരിക്കും. ചുമ്മാ സ്മോൾ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഞാൻ ഓരോരുത്തരെയായിട്ട് ഇവിടുന്ന് വിളിക്കാം. ഫസ്റ്റ് എവിടുന്നാ തുടങ്ങുക? ജോയന്നയ്ക്ക് എന്തെങ്കിലും ഡൗട്ട് ആണോ? യെസ്, ടെൽ മീ. മിസ് ഇപ്പം പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല. ഞാനിപ്പം കൂടിയതേ ഉള്ളൂ, കേറിയതേ ഓക്കെ, ഉള്ളൂ. ജോയന നമ്മൾ വർക്ക്ഔട്ട് സെഷനിലാണ്. ഓരോരുത്തരോടായിട്ട് ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കും. മിസ്സാക്കാണ്ട് ജോയിനന്റെ ചാൻസ് വരുമ്പോ അൺമ്യൂട്ട് ചെയ്ത് ആൻസർ പറയുക. അതല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്താൽ മതി, സ്വന്തമായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടാം. ഓക്കെ, നോട്ടിലൊക്കെ എഴുതി വെക്കാലോ. നോട്ടിലൊക്കെ എഴുതി വെക്കാം. ആൻസേഴ്സ് കാണിക്കുന്നത് ഏതെങ്കിലും അറിയാത്തതുണ്ടെങ്കിലോ ഏതെങ്കിലും ഇതുവരെ കാണാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലോ അതൊക്കെ എഴുതി വെക്കാം കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ, എല്ലാ ആൻസേഴ്സും കാണിച്ചു തരാം. ഓക്കെ, സോ ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ധ്യാൻ ആണ്. ധ്യാൻ, ആർ യു ഹിയർ? ഇവിടെ ഉണ്ടോ ധ്യാൻ? എനിക്ക് കാണുന്നില്ല. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഓക്കെ, എനിക്ക് ധ്യാനെ കാണാൻ പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ധ്യാൻ എന്നുള്ളതാണ്. വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ലെങ്ത്? വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്. ആൻസർ അറിയാമോ? ഞാൻ ഒന്ന് ഓർക്കട്ടെ. ഓക്കെ, വേറെ ആരും ഹാൻഡ് റൈസ് ചെയ്യണ്ട. ഈ ക്വസ്റ്റ്യൻ ധ്യാൻ എന്നുള്ളതാണ്. അപ്പൊ അവൻ തന്നെ ആൻസർ ചെയ്യണം. മീറ്റർ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. SI യൂണിറ്റ് ഓഫ് ലെങ്ത് ഇസ് മീറ്റർ, കറക്റ്റ് ആൻസർ ആണ്. ഒത്തിരി പേര് കറക്റ്റ് ആക്കിയിട്ടുണ്ട്.
ഏറ്റവും ആദ്യം ഏറ്റവും സ്പീഡിൽ ചാറ്റ് ബോക്സിൽ ആരാ ആൻസർ ഇടുന്ന അവരുടെ പേരും കൂടെ ഞാനൊന്ന് എടുത്ത് പറയാം കേട്ടോ. സ്പീഡിൽ ആൻസർ ചെയ്തോണ്ട്. സോ ഇത് ഫസ്റ്റ് ആൻസർ ചെയ്തത് ഡെനീസയാണ്. ഡെനീസക്ക് ഒരു ക്ലാപ്പ്. ഓക്കെ. ആൻഡ് ധ്യാൻ ഒബ്വിയസ്ലി കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു. സോ ആൻസർ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻസർ ഇസ് മീറ്റർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ മീറ്റർ ആയിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് ഫോർ ആയുഷ്. ആയുഷ് ഇവിടെ ഉണ്ടോ? ആയുഷ് ഓക്കെ. വീഡിയോ എന്താ ഓണാക്കാത്തത് ആയുഷ്? ഓക്കെ. സോ ഹാൻഡ് റൈസ് ചെയ്തേ. ഞാൻ വിളിക്കുന്നവർ ഹാൻഡ് റൈസ് ചെയ്യണം കേട്ടോ, കാരണം നിങ്ങളുടെ വീഡിയോ എനിക്ക് മേളിൽ കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഒന്ന് റേസ് ചെയ്തേ. ഹാൻഡ് റൈസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേ. കാണുന്നില്ലേ? ആ ഓക്കെ ഓക്കെ, കാണാം. ഓക്കെ. സോ ആയുഷിനുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓ, ഇവിടെ ആൻസറും കൂടി ഇങ്ങ് വന്നടാ. ഓക്കെ, എന്നാ ഞാൻ ഇത് മാറ്റി വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ശരിക്കുള്ള ക്വസ്റ്റ്യൻ വാസ് ഹൗ മെനി സെന്റിമീറ്റേഴ്സ് ആർ ദെയർ ഇൻ എ മീറ്റർ എന്നായിരുന്നു. പക്ഷെ അറിയാണ്ട് എന്റെ കൈ തട്ടി ആൻസറും കൂടെ വന്നു. അതുകൊണ്ട് ഞാൻ ചോദിക്കാം, ഹൗ മെനി മീറ്റേഴ്സ് ആർ ദെയർ ഇൻ എ കിലോമീറ്റർ? ഓർമ്മയുണ്ടോ? ഞാൻ ക്വസ്റ്റ്യൻ മാറ്റാം. എന്താ? 1000. വെരി ഗുഡ്. സോ 1 കിലോമീറ്ററിൽ എത്ര മീറ്റർ ഉണ്ടെന്ന് ചോദിച്ചാൽ നല്ല കൃത്യമായിട്ട് ആയുഷ് പറഞ്ഞു 1000. വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് ആരാ ആൻസർ ചെയ്തതെന്ന് ഞാൻ നോക്കട്ടെ. ഓ, ഇപ്രാവശ്യം ഡെനീസ തന്നെയാണ്. ഡെനീസ സ്പീഡാണല്ലോ. ഡെനീസിനെ പൊട്ടിക്കാൻ ഇവിടെ ആരും ഇല്ലേ? ഓക്കെ, തൊട്ട് പുറകെ ഒത്തിരി പേര് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഫസ്റ്റ് ആളുടെ പേര് മാത്രമേ വായിക്കൂ കേട്ടോ. നിങ്ങൾ അത്രക്ക് നിങ്ങൾക്ക് പേര് ഞാൻ വിളിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കമന്റ് ചെയ്തോ ഡെനീസിനെ പോലെ. ഏവലിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? മിസ് എന്റെ നെറ്റ് ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കായി പോവാ. അയ്യോ, മഴ ഉണ്ടാണ്ടായിരിക്കൂല. മഴയുണ്ടോ നാട്ടില്? ആ അതുകൊണ്ടായിരിക്കും. സാരില്ല, ഞാൻ വിളിക്കുന്ന സമയത്ത് 1-2 പ്രാവശ്യം വിളിച്ച് നോക്കാം കേട്ടോ. ഏവലിനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ വേറെ ക്വസ്റ്റ്യൻ തരാം. കാരണം മഴ പ്രോബ്ലം ആയതുകൊണ്ട് നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതാണ് മിസ് പറയുമ്പോ ചില സമയത്ത് എനിക്ക് കിട്ടണില്ല, വോയിസ് സ്റ്റക്ക് കേൾക്കാനില്ല. ആവുന്നുണ്ടല്ലേ? കുഴപ്പമില്ല, റെക്കോർഡഡ് ക്ലാസ് ചോദിച്ച് മേടിച്ചാൽ മതി. അത് നോക്കിയിരുന്ന് പഠിക്കാം. ഓക്കെ, നൗ അടുത്ത ക്വസ്റ്റ്യൻ. ലിസ്റ്റിൽ ഇനി ആരാ ഉള്ളത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഡെനീസ് ഒക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഫോർ ഡെനീസ. അതിന്റെ കൂടെ ആൻസർ വരുമോ എന്ന് എനിക്കറിയില്ല. ഓക്കെ. വാട്ട് ഈസ് ദ യൂണിറ്റ് യൂസ്ഡ് ടു മെഷർ ലോങ് ഡിസ്റ്റൻസസ് ബിറ്റ്വീൻ ഡിഫറെന്റ് സിറ്റീസ്? കിലോമീറ്റർ. കിലോമീറ്റർ. വെരി ഗുഡ്. നല്ല മിടുക്കിയായിട്ട് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. സോ ദ ആൻസർ ഇസ് കിലോമീറ്റർ. ആരാണ്? ഡെനീസക്ക് ചോദിച്ച സ്ഥിതിക്ക് എന്തായാലും നമുക്ക് വേറൊരാളെ ചാറ്റ് ബോക്സിൽ നിന്ന് കിട്ടും. ആരെന്ന് നമുക്ക് നോക്കാം. ഓ, ഒത്തിരി പേര് ഇട്ടിട്ടുണ്ടല്ലോ ഒറ്റ സെക്കൻഡില്. ഇതിൽ ആരെയാ ഞാനിപ്പോ ഫസ്റ്റ് കണ്ടുപിടിക്കുക? ഗൗരിയാണ് ഫസ്റ്റ് ആൻസർ ചെയ്തിട്ടുള്ളത്. കൺഗ്രാറ്റുലേഷൻസ്. ഏറ്റവും സ്പീഡിൽ ഡെനീസന്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വന്നിട്ടുള്ളത് ഗൗരിയാണ്. ഗൗരിക്കൊരു ക്ലാപ്പ്. ഓക്കെ. ഏവൽ, നേരത്തെ ഹാൻഡ് റൈസ് ആണോ ഇതോ പുതിയ എന്തെങ്കിലും ഡൗട്ട്സ്? നേരത്തെ ആണ്. മുമ്പത്തേനും ഓക്കെ ഓക്കെ, സെറ്റ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഫോർ നേഹ. നേഹയ്ക്കാണ് അടുത്ത ക്വസ്റ്റ്യൻ. നേഹ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഓ, ഇതെല്ലാം തന്നെ അങ്ങ് വരുവാണല്ലോ. ഒറ്റ മിനിറ്റ്, ഈ ആൻസേഴ്സ് ഇതിന്റെ കൂടെ വരുന്നു. ഞാൻ അത് പോയി ഒന്ന് പറയട്ടെ. നേഹയ്ക്ക് ഇപ്പൊ വരാട്ടോ ക്വസ്റ്റ്യനും കൊണ്ട്. ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ. എന്തോ ഇതാ വരുന്നേടാ. ഞാൻ ഈ ആൻസർ ഒറ്റയടിക്ക് ഇങ്ങ് ചാടി വരാതിരിക്കാൻ ഒരു പണി ചെയ്യാൻ പോയതാ. ഇപ്പൊ വരാം. ഓക്കെ, ഓൾമോസ്റ്റ് ശരിയായിട്ടുണ്ട്.
സൂപ്പാവുന്നില്ല. എന്താ അവിടെ ബഹളം? അത് അനിയ ഇവിടെ പഠിക്കാൻ വന്നതാ. ഓ ഓക്കെ ഓക്കെ, സാരമില്ല. എവിടെ എവിടെ എവിടെ? ഓക്കെ, ആൻസർ ക്വസ്റ്റ്യന്റെ കൂടെ ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് വരികയായിരുന്നു. ഞാൻ അതൊന്ന് മാറ്റാൻ പറ്റുമോ എന്ന് പോയി നോക്കിയതാ. ഓക്കെ, ഇപ്പൊ വരുന്നില്ലല്ലോ, അതൊക്കെ നമ്മൾ ആൻസർ ചെയ്തതല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, സ്നേഹയ്ക്കുള്ള ക്വസ്റ്റ്യൻ ആണ് അത്. ഹൗ മെനി മില്ലിമീറ്റേഴ്സ് ആർ ദയർ ഇൻ എ സെന്റിമീറ്റർ? ഒരു സെന്റിമീറ്ററിൽ എത്ര മില്ലിമീറ്റേഴ്സ് ഉണ്ട്? 10. 10. വെരി ഗുഡ്, കറക്റ്റ് ആണ്. നല്ല ഫുൾ കോൺഫിഡൻസിൽ അങ്ങോട്ട് ആൻസർ പറഞ്ഞോ. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വെരി ഗുഡ്. ഇപ്പൊ നേഹയ്ക്കും ക്ലാപ്സ്. 1 സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു 10 മില്ലിമീറ്റർ. അയ്യോ, ഇതിൽ ഞാൻ എങ്ങനെ ആൻസർ കണ്ടുപിടിക്കാനാ? ഒത്തിരി പേര് ഒത്തിരി പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് ആൻസർ ചെയ്തേക്കുന്നത് ആയുഷ് ആണ്. ആയുഷിനാണ് ഇപ്രാവശ്യം ലോട്ടറി അടിച്ചത്. ഓക്കെ, കൺഗ്രാറ്റ്സ് ആയുഷ്, ഏറ്റവും സ്പീഡിൽ ഇട്ടതിന്. ഓക്കെ, സോ ദ ആൻസർ ഇസ് 10. അതാ ഞാനുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആർക്കാണെന്ന് വെച്ചാൽ, യെസ് ഡെനീസ, എന്ത് പറ്റി? ഡൗട്ട് ഉണ്ടോ? മാം, ഈ 1 സെന്റിമീറ്റർ ഈക്വൽ ടു 10 മില്ലിമീറ്റർ ആണ്. അതെ, 1 മില്ലിമീറ്റർ ഈക്വൽ ടു എത്ര സെന്റിമീറ്റർ ആണെന്ന് പറയുമ്പോൾ ഡിഫറെന്റ് അല്ലേ? ഇപ്പൊ ചോദിച്ചേക്കുന്നത് എന്താ? ഹൗ മെനി മില്ലിമീറ്റേഴ്സ് ആർ ദയർ ഇൻ എ സെന്റിമീറ്റർ? ഒരു സെന്റിമീറ്ററിൽ എത്ര മില്ലിമീറ്റർ എന്നാണ് ചോദിച്ചേക്കുന്നത്. തിരിച്ചാണ് ചോദിച്ചതെങ്കിൽ ആൻസർ എന്ത് വന്നേനെ? 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ തന്നെയാണ്. ബട്ട് 1 മില്ലിമീറ്റർ എത്രയാന്ന് ചോദിച്ചാൽ 0.1 സെന്റിമീറ്റർ എന്നായിരിക്കും ആൻസർ വരിക. ഡൗട്ട് ഉണ്ടെങ്കിൽ ആരെങ്കിലും എഴുതി വെച്ചോ. ബട്ട് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇസ് 1 സെന്റിമീറ്ററിൽ എത്ര മില്ലിമീറ്റേഴ്സ് തന്നെയാ കേട്ടോ. ഓക്കെ മാം. ഓക്കെ, വൈഗ ദിയാലക്ഷ്മി, എന്ത് പറ്റി? ഡൗട്ട് ഉണ്ടോ? Miss, I joined late. ഓക്കെ, എടാ ഇവിടെ വർക്ക്ഔട്ട് സെഷൻ ആണ്. അപ്പൊ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ഓരോരുത്തരെ വിളിച്ച് ചോദിക്കാം. ഓക്കെ, ആ സമയത്ത് ആൻസർ പറഞ്ഞാൽ മതി. വേദിക മാം, ഞാൻ ലേറ്റ് ആയി. ചോദിച്ചോട്ടെ? ആ, മാം, ഈ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ മീറ്റർ മില്ലിമീറ്റർ അങ്ങനെയാണോ പറയണ്ടേ, അല്ലെങ്കിൽ ഇതാണോ പറയണ്ടേ? ബോഡി പാർട്ട്, ഏത് ബോഡി പാർട്ട് യൂസ് ചെയ്തിട്ടാണ് ടേബിൾ മെഷർ ചെയ്യുക? ആ ക്വസ്റ്റ്യൻ ആണോ? യെസ് മാം. നമുക്ക് ഏത് ബോഡി പാർട്സ് യൂസ് ചെയ്യുന്ന കുറച്ച് മെഷർമെന്റ്സ് നമ്മൾ കണ്ടു അല്ലെ? അതിൽ ഏതാണ് ഏറ്റവും ഉചിതം, ഏറ്റവും കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക? കാല് വെച്ചൊന്നും നമ്മൾ ടേബിൾ മെഷർ ചെയ്യാൻ നിൽക്കൂലല്ലോ. അപ്പൊ അങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, മീറ്റർ കിലോമീറ്റർ എന്നൊന്നും അല്ല. ഏത് ബോഡി പാർട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു വേർഡിങ് എങ്ങനെ വരും എന്നാണ്. അപ്പൊ ഇത് ആർക്കാന്ന് ഞാനിപ്പോ പറയാതെ, ഞാൻ പാർട്ടിസിപ്പന്റ് ലിസ്റ്റ് ഒന്ന് എടുക്കട്ടെ. ഓക്കെ, ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഫോർ, മൊത്തത്തില് കൺഫ്യൂഷൻ ആയല്ലോ. ദിയാലക്ഷ്മിക്കാണ് ഈ ക്വസ്റ്റ്യൻ. മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആ, വാട്ട് ബോഡി പാർട്ട് ഡു യു ആൻഡ് യുവർ ഫ്രണ്ട്സ് യൂസ് ടു മെഷർ ദ ടേബിൾ? ടേബിൾ മെഷർ ചെയ്യണമെങ്കിൽ ഇതിൽ ഏത് ബോഡി പാർട്ട് യൂസ് ചെയ്യും? ഹാൻഡ് യൂസ് ചെയ്യും. വെരി ഗുഡ്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഹാൻഡ് സ്പാൻ എന്ന് വിളിക്കും അല്ലെ? ഒരു ഹാൻഡ് യൂസ് ചെയ്യുന്ന ഈ ഒരു ഡിസ്റ്റൻസിന് ഹാൻഡ് സ്പാൻ എന്ന് വിളിക്കും. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, ഇനി ആരാണുള്ളത്? ഫസ്റ്റ് ആൻസർ ചെയ്ത് ആരാന്ന് നോക്കട്ടെ. ഒത്തിരി പേര് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിൽ എങ്ങനെ ആദ്യം ഇട്ടവരെ കണ്ടുപിടിക്കും? ഓക്കെ, ഗൗരി തന്നെയാന്ന് തോന്നുന്നു കേട്ടോ. യെസ്, ഗൗരി തന്നെയാണ് അടുത്തത് വിട്ടിട്ടുള്ളത്. നമ്മുടെ ഡെനീസയ്ക്ക് ഒരു കോമ്പറ്റീഷൻ ആയിട്ടുണ്ട് ഈ ഗൗരി അല്ലേ? ഗൗരിയും ഡെനീസയും ഒരു കോമ്പറ്റീഷൻ ആണ്. ഓക്കെ, ഫൈൻ. യെസ്, വേദിക. മാം, ഹാൻഡ് താത്താൻ മറന്നുപോയതാ. ഓക്കെ, സിദ്ധാർത്ഥ്. ഇല്ലേ? ആരാധ്യ. മാം കേൾക്കാമോ? യെസ്, ടെൽ മീ. ഓക്കെ മിസ്, ഈ ടേബിൾ മെഷർ ചെയ്യാൻ ആം ലെങ്ത് ഉപയോഗിക്കാൻ പറ്റുമോ?
ആം ലെങ്ത് ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ ലെങ്ത് ഓഫ് ദ ടേബിൾ ആക്ച്വലി. ഇപ്പൊ നമ്മൾ ഒരു വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ടേബിൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഹാൻഡ് സ്പാൻ ആയിരിക്കും നമുക്ക് കുറച്ചും കൂടി ഈസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം കൈ ഇങ്ങനെ വെച്ച് നോക്കുന്ന എളുപ്പമല്ലേ. ആം ലെങ്ത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മളിത് ഇങ്ങനെയൊക്കെ നിന്ന് കുറച്ച് കഷ്ടപ്പെടണ്ടേ. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നല്ല ലെങ്ത് ഉള്ള ടേബിൾ ആണെങ്കിൽ വി ക്യാൻ യൂസ് അവർ ഹാൻഡ്സ് ടു. ഇങ്ങനെയും കൂടെ അളവെടുക്കാം. ദർ ഇസ് നോ മിസ്റ്റേക്ക് ഇൻ ഡൂയിങ് ഇറ്റ്. ജസ്റ്റ് കൺവീനിയൻസ് നോക്കുന്നു ഹാൻഡ് സ്പാൻ എടുക്കുമ്പോൾ, അത്രേ ഉള്ളൂ. ഓക്കെ Okay. ഓക്കെ യെസ് ദിയ. ഹാൻഡ് റൈസ് ചെയ്തിരുന്നു, അതാ വിളിച്ചേ? അറിയാണ്ടായതാ? മാം ചാറ്റ് ഓപ്പൺ ആ. ചെയ്യുമ്പോ ഓക്കെ 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 ക്ലോസ് ചെയ്തു. സിദ്ധാർത്ഥന് എന്തെങ്കിലും പറയാനുണ്ടോ? അറിയാണ്ടായതാണോ? അല്ല മിസ് മിസ് എൻഡിങ് പത്തിയായിരുന്നു. ഞാൻ ഇപ്പോ ലീവ് ആയി പോയാണ്ട്. എന്താ എൻഡിങ് പത്തിയാ. എൻഡിങ് എത്താ. ഞാൻ ഇപ്പൊ ലീവ് ആയി പോയി. ഇല്ലേ, ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മളിപ്പോ ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നേ ഉള്ളൂ. അടുത്ത സിദ്ധാർത്ഥിനെ ഇതുവരെ ഞാൻ വിളിച്ചിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ സിദ്ധാർത്ഥന് തരട്ടെ? ആ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിദ്ധാർത്ഥനാണ്. ഫസ്റ്റ് ആൻസർ മാത്രം പറഞ്ഞാൽ മതി. ഓരോ ക്വസ്റ്റ്യൻ ഓരോരുത്തരോടാണ്. വാട്ട് ഈസ് ആൻ SI യൂണിറ്റ്? എന്താണ് SI യൂണിറ്റ് എന്നാണ് സിദ്ധാർത്ഥനുള്ള ക്വസ്റ്റ്യൻ. of important measurement. SI യൂണിറ്റ് ഇസ് ആലോചിച്ചോ, ഒരു 2 minutes ആലോചിച്ചോ, കുഴപ്പമില്ല. എന്താ അതിന്റെ ഫുൾ ഫോം പറഞ്ഞാലും മതി. ഇന്റർനാഷണൽ വെരി ഗുഡ്. മെഷർമെന്റ് സിസ്റ്റം ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. യൂണിറ്റ്. വെരി ഗുഡ്. ഇന്റർനാഷണലി മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് SI യൂണിറ്റ് എന്ന് വിളിക്കുക. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ഓക്കെ ഫസ്റ്റ്. ഓക്കെ, ഇനി ഇത് ആരാ ആദ്യം ഇട്ടേക്കുന്നതെന്ന് ഞാൻ നോക്കട്ടെ. ഫസ്റ്റ് ആൻസർ ഇട്ടിട്ട് ആരാധ്യാണ് കേട്ടോ. ആരാധ്യക്ക് വെരി ഗുഡ്, കൺഗ്രാറ്റ്സ് ആദ്യ ആൻസർ ഇട്ടതിന്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗൗരിനോട് ഞാൻ നേരത്തെ ചോദിച്ചില്ലേ, ഗൗരിന്റെ ഇതെന്താ ഹാൻഡ് റൈസ്? സിദ്ധാർത്ഥ ഹാൻഡ് റൈസ് താത്തിക്കോ? ഗൗരി ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഗൗരിക്ക് എന്താ നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. അനാമിക ചോദിച്ചായിരുന്നോ ഞാൻ ക്വസ്റ്റ്യൻ എന്തേലും? ഇല്ല. അപ്പൊ അനാമികക്കാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഗീവ് SI യൂണിറ്റ്സ് ഓഫ് ഇമ്പോർട്ടന്റ് മെഷർമെന്റ്സ്. ഏതെങ്കിലും 2-3 SI യൂണിറ്റ്സ്. നമ്മൾ പഠിച്ച ഒരെണ്ണം നമ്മൾ പഠിച്ചു. ആ ഒരെണ്ണവും പിന്നെ അറിയാവുന്ന വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ പറയാം. പക്ഷെ ആ ഒരെണ്ണം മസ്റ്റ് ആയിട്ടും പറയണം. ഓക്കെ, മനസ്സിലായില്ല? SI യൂണിറ്റ് ഓഫ് ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ക്വാണ്ടിറ്റീസ്. നമ്മൾ ഒരു ക്വാണ്ടിറ്റിന്റെ SI യൂണിറ്റ് ഇതാണ് എന്ന് പഠിച്ചില്ലായിരുന്നോ? ഓർമ്മയുണ്ടോ? ഇതിന്റെ ഈ വർക്ക്ഔട്ട് സെഷനിൽ നമ്മൾ അത് പറഞ്ഞാ തുടങ്ങിയത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു. മീറ്റർ. എന്തിന്റെ SI യൂണിറ്റ് ആണ് മീറ്റർ? ലെങ്ത്തിന്റെ. വെരി ഗുഡ്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മെഷർമെന്റ് ആണ് ലെങ്ത്തിന്റെ SI യൂണിറ്റ് മീറ്റർ എന്നുള്ളത്. വെരി ഗുഡ് കേട്ടോ. അപ്പൊ ഒരു SI യൂണിറ്റ് ഓഫ് ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെഷർമെന്റ്സ് ചോദിക്കുവാണെങ്കിൽ എന്ത് ചെയ്യുക? ലെങ്ത്തിൻ്റെത് മീറ്റർ ആണ് എന്ന് എഴുതാം. കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 കൂടെ പഠിച്ചു വെക്കാം. എളുപ്പത്തിന് ഞാൻ പറഞ്ഞുതരാം. ലെങ്ത്തിന്റെ SI യൂണിറ്റ് ആരാണ്? മീറ്റർ ആണ്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ് അതല്ലേ. അതേപോലെ ടൈമിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. ചിലർക്ക് അറിയായിരിക്കും, അറിയാത്തവരുണ്ട്, ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോ. ടൈമിന്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്. അതേപോലെ തന്നെ മാസിന്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണ്. കേജി, 2 കിലോ, 3 കിലോ തക്കാളി എന്നൊക്കെ നമ്മൾ പറയില്ലേ. എനിക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കിയപ്പോ കിട്ടിയിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ്. അപ്പൊ അതും കൂടി എല്ലാരും ഒന്ന്, ഈ 3 എല്ലാരും ഒന്ന് നോക്കി പഠിച്ചു വെച്ചോട്ടാ. കാരണം ചിലപ്പോ അവർ ഈ 3 SI യൂണിറ്റ് ചോദിക്കും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഈ 3 എഴുതണം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിന് മുന്നേ കുറച്ച് ഡൗട്ട്സ് ഉണ്ടല്ലോ. ഗൗരിന്റെ എനിക്ക് തോന്നുന്ന നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം എനിക്ക് കേൾക്കുന്നില്ലടാ. സോ ഗൗരി ഒന്ന് ലീവായിട്ട് ഒന്നുകൂടെ ജോയിൻ ചെയ്ത് നോക്കിക്കേ. ഓക്കെ, നൗ ആത്മിക.
ടെമ്പറേച്ചർ ഉണ്ടോ? ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് കെൽവിൻ ആണ്. നിങ്ങൾ പഠിക്കണം നിർബന്ധമില്ല. പഠിക്കാനുണ്ടോ അതെവിടെയെങ്കിലും? കെൽവിൻ എന്നാണ് പേര്. പഠിക്കാനുണ്ടെങ്കിൽ ഓർത്തു വെച്ചോ. ഓക്കെ. ഓക്കെ, താങ്ക് യു. ഏറ്റവും ഇമ്പോർട്ടന്റ് ബേസിക് ആയിട്ടുള്ളത് ഈ ആദ്യത്തെ മൂന്നെണ്ണമാണ്. ടെമ്പറേച്ചർ ഒന്നും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കൂല. അറിഞ്ഞു വെച്ച ഒരു GK നോളജ് പോലെയായി. അനാമിക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാം പിന്നില്ലേ രണ്ടാമത്തെ റൈറ്റ് ദ അഡ്വാൻറ്റേജ് ഓഫ് SI യൂണിറ്റ്സ്. ആ അത് ഇനി പറയാൻ പോകുന്നേ ഉള്ളൂ. അടുത്ത ആൾക്കുള്ള ക്വസ്റ്റ്യന് അത് എത്ര പോയിന്റ്സ് എഴുതണം? ഒരു 2 or 3 രണ്ടെണ്ണം എഴുതിയാ പോരെ? 2 എഴുതിയാൽ മതി. താങ്ക് യു മാം. ജോയന ഈ മൂന്നാമത്തെ ഇല്ലേ എന്താ കിലോഗ്രാമിന്റെ അതിന്റെ എന്താ പറയാ അവിടെ എഴുതിയേക്കുന്നത് കാണണം, മനസ്സിലാവുന്നില്ല. മാസ് ഇതാണോ മാസ്? ആ ടിക്ക് ഇട്ടോണ്ടോ കൺഫ്യൂഷൻ ഓക്കെ. MASS എന്നാണ് കേട്ടോ. വൃത്തിക്ക് എഴുതാം. MASS. ഓക്കെ. ഡെനീസ കപ്പാസിറ്റി വരില്ല കപ്പാസിറ്റി ഓഫ് എന്തിന്റെ? SI യൂണിറ്റില്. കപ്പാസിറ്റിയോ? കപ്പാസിറ്റി എന്ന് വെച്ചാൽ എന്താ? ലിറ്റർ, മില്ലി ലിറ്റർ അങ്ങനെ. മീറ്ററോ? ലിറ്റർ, മില്ലി ലിറ്റർ ഇല്ല. കപ്പാസിറ്റി എന്നല്ല, നമ്മള് ആ ഒരു ക്വാണ്ടിറ്റീനെ വോളിയം എന്ന് പറയും. ലെങ്ത്തിന് പകരം വോളിയം വന്നാല് വോളിയത്തിന്റെ യൂണിറ്റ് ഒക്കെ മീറ്ററിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്ത യൂണിറ്റ് അല്ലേ. അപ്പൊ അതിനൊന്നും നമ്മൾ അങ്ങനെ ഫണ്ടമെന്റൽ യൂണിറ്റ് ആയിട്ട് പറയാറില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിയ ക്ലാസ്സിലാവുമ്പോൾ അത് പഠിക്കും കേട്ടോ. ഭയങ്കര ഫണ്ടമെന്റൽ ആയിട്ടുള്ള യൂണിറ്റ്സിന് നമ്മൾ SI യൂണിറ്റ് ഇപ്പൊ പഠിച്ചു വെക്കുക. ലെങ്തിൻ്റെത് മീറ്റർ, ടൈമിന്റെ സെക്കൻഡ്, മാസിന്റെ കിലോഗ്രാം. അതായത് വളരെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്സ്. ഈ കപ്പാസിറ്റി ലിറ്റർ പറയുന്നത് വോളിയം ആണ്. വോളിയം എന്ന് വെച്ചാൽ നോർമലി മാത്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, എങ്ങനെയല്ലേ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ലെങ്തിന്റെ തന്നെ മൾട്ടിപ്ലൈ ചെയ്തൊരു യൂണിറ്റ് ആണ് വോളിയത്തിന്റെ യൂണിറ്റ്. ക്യൂബ് അല്ലെങ്കിൽ ലിറ്റർ എന്നുള്ള ഒരു യൂണിറ്റ് ആണ് വോളിയത്തിന്റെ യൂണിറ്റ് ആയിട്ട് വരിക. ഓക്കെ. അതിപ്പോ നിങ്ങൾക്ക് പഠിക്കാനില്ല. അങ്ങനെയൊന്നും ആലോചിച്ച് കൺഫ്യൂഷൻ ആക്കണ്ട കേട്ടോ. ഓക്കെ. ഏവലിന് ഡൗട്ട് ഉണ്ടോ? എനിക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒരാളോടുകൂടെ ചോദിക്കാനുണ്ട്. ഏവലിന്റെ ഡൗട്ട് നമുക്ക് ചോദിക്കാം. പറഞ്ഞോ മിസ്. അതില്ലേ ഞാൻ ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ടുണ്ട്, അതിന്റെ ആൻസർ എനിക്ക് കിട്ടാനായിരുന്നു. പറഞ്ഞുതരാവേ. ഓക്കെ. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ആരോടെങ്കിലും ചോദിച്ചിട്ട് പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ആരാധ്യയുടെ അടുത്താണ് എന്റെ അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് SI സിസ്റ്റം ഓവർ ട്രഡീഷണൽ യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ്. 2 ആരാധ്യ ഉണ്ടോ ഇവിടെ? ആരാധ്യ അജീനെ ഞാൻ ഇപ്പോഴാ കാണുന്നത്. ഞാൻ മേനോനെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ആരാധ്യ മേനോൻ ആൻസർ ചെയ്തോ. അത് കഴിഞ്ഞ് ഞാൻ ആരാധ്യ അജീനെ കൊണ്ടും ആൻസർ ചെയ്യിപ്പിക്കാം. കേൾക്കാമോ? യെസ് പറഞ്ഞോടാ. ഈ ഏത് ക്വസ്റ്റ്യൻ? ഈ SI യൂണിറ്റിന്റെ ക്വസ്റ്റ്യൻ താഴത്തെ അല്ലേ? അത് കഴിഞ്ഞത് ഈ ക്വസ്റ്റ്യൻ തേർഡ് വൺ. റൈറ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് SI യൂണിറ്റ്സ് ഓവർ ട്രഡീഷണൽ യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ്. എന്തുകൊണ്ടാണ് നമ്മൾ പഴയ ബോഡി പാർട്സിന് പകരം SI യൂണിറ്റ് പ്രിഫർ ചെയ്യുന്നത്? മതിയോ? 2 പോയിന്റ്സ് ആണ് നമ്മൾ മിനിമം എഴുതേണ്ടത്. ഒരു പോയിന്റ് പറഞ്ഞാൽ അടുത്ത പോയിന്റ് വേറെ ആരെങ്കിലും കൊണ്ട് പറയും. ഓക്കെ മിസ്. അത് SI യൂണിറ്റ്സ് ആക്യുറേറ്റ് മെഷർമെന്റ്സ് കാണിക്കുന്നത്. യെസ്, വെരി ഗുഡ്. ആക്യുറേറ്റ് മെഷർമെന്റ്സ്. അക്യൂറസി നമുക്ക് വളരെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. സോ അക്യൂറസി വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ. വെരി ഗുഡ്. അടുത്തത് ആത്മികയാണ് അടുത്തത് പറയണ്ടേ. എവിടെ ആത്മിക? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. കണ്ടുപിടിക്കാൻ എന്ത് ബുദ്ധിമുട്ടാന്നറിയോ നിങ്ങളൊക്കെ. ഓക്കെ പറഞ്ഞോ. They are easy to convert and calculate because they are Okay. based. വെരി ഗുഡ്. കറക്റ്റ് ആണ് കേട്ടോ. നല്ലൊരു പോയിന്റ് ആണ്. നല്ല അടിപൊളി ഒരു പോയിന്റ് ആണ്. ദേ ആർ ഈസി ടു കൺവേർട്ട് ചെയ്യാനും യൂസ് ചെയ്യാനും ഓൾ ഓവർ ദ വേൾഡ്. അത് ഭയങ്കര ഈസിയാണ്. ഒരു പോയിന്റും കൂടി ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വേണ്ടവർക്ക് ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം കേട്ടോ. ചിലപ്പോൾ ചോദിച്ചു കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാൻഡേർഡ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഇസ് കോൾഡ് SI യൂണിറ്റ്. ഇത് ഇങ്ങനെ ഫ്രഞ്ച് ആയിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഏതോ ഒരു ലാംഗ്വേജ് ആണെന്ന്. ഫ്രഞ്ചിലാണ് കേട്ടോ. ഞാൻ ഇന്നലെ തപ്പിയായിരുന്നു. സോ സിസ്റ്റം ഇന്റർനാഷണൽ ഡി യൂണിറ്റ്സ്, ഇങ്ങനെയാണ് ഒറിജിനലി SI യൂണിറ്റ്സിന്റെ ഫുൾ ഫോം. അത് ഫ്രഞ്ച് ആണ്. തോന്നുന്നു ആരാധ്യയായിരുന്നു ഇന്നലെ ചോദിച്ചതെന്ന് തോന്നുന്നു അല്ലെ. ഫ്രഞ്ച് ആണ്. ഞാൻ ഏതോ ലാറ്റിനോ ഗ്രീക്കോ എന്തോ ആണെന്ന് പറഞ്ഞായിരുന്നു.
ഫ്രഞ്ച് ആണ്. ഓക്കെ, അഡ്വാൻറ്റേജസിൽ നിങ്ങൾക്ക് 2 or 3 പോയിന്റ്സ് പഠിച്ചു വെക്കണം. യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആണ്, അതായത് ലോകം ഫുൾ വേൾഡ് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ്. ഈവൻ വെരി സ്മോൾ മെഷർമെന്റ്സ് ആർ പോസിബിൾ ഇൻ ദിസ് സിസ്റ്റം. തീരെ ഈ സിസ്റ്റത്തിൽ പോസിബിൾ ആണ്. യൂണിറ്റ്സ് ഡു നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എഴുതാവുന്ന പോയിന്റ് ആണ് ആരാധ്യ പറഞ്ഞതും ആത്മിക പറഞ്ഞതും. ഈസിലി കൺവേർട്ടബിൾ ആണ്, പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് അക്യൂറേറ്റ് ആണ്, കറക്റ്റ് അക്യൂറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് കിട്ടും. സോ ഈ 5 പോയിന്റ്സിൽ ഏതെങ്കിലും 2 or 3 പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ. ഇനി ഞാൻ ഏവലിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യട്ടെ. ഏവലിന്റെ ഡൗട്ട് ഞാൻ ഉറക്കെ വായിക്കാം, എല്ലാരും കേട്ടോട്ടാ. എവിടെ എനിക്ക് കണ്ണ് കാണുന്നില്ല മോനെ. ഇതില് ബി ആണോ ഏവൽ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് എക്സ്പ്രസ് എ ടൈം? അതല്ലല്ലോ. എക്സ്പ്ലെയിൻ എ സ്റ്റാൻഡേർഡ് യൂണിറ്റ്, അതാണോ? ഏവലിനെ എനിക്ക് ഇവിടെ കാണുന്നില്ല, നീ പോയോ? ഏവൽ ഒന്ന് ആ ഓക്കെ പറഞ്ഞോ. മിസ് ഞാന് എന്നിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ഇട്ടിട്ടില്ലേ 2 ഇതിലെ രണ്ടാമത്തേതാ? 1ഉം 2ഉം എനിക്ക് ആൻസർ കിട്ടാനായിരുന്നു. ഒന്നാമത്തേത് ഈ ചാപ്റ്റർ അല്ല, എന്നാലും ഞാൻ വേണേ ആൻസർ പറയാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് എക്സ്പ്രസ് എ ടൈം ഇന്റർവെൽ? ഡേ ഒരു ടൈം ഇന്റർവെൽ ആണ്, സെക്കൻഡ് ഒരു ടൈം ഇന്റർവെൽ ആണ്. അത് ഈ ചാപ്റ്ററിന്റെ അല്ലേ മിസ്? ഈ ചാപ്റ്റർ തന്നെ ടൈം. അയ്യോ, ഈ ചാപ്റ്റർ അല്ലല്ലോ. ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യനും അല്ലേ ഉള്ളത്? ടൈം ഉണ്ടോ? പക്ഷെ ഞങ്ങളുടെ ഇത് ഈ ചാപ്റ്ററിൽ തന്നുണ്ട് ഞങ്ങൾക്ക്. വന്നതല്ലേ, കുഴപ്പമില്ല. എന്നാ ഇതിന്റെ എൻഡിലോട്ട് എവിടെയെങ്കിലും ചിലപ്പോ കാണും. ടൈമിന്റെ എന്തെങ്കിലും ചാപ്റ്റർ ഉണ്ടോ? ടൈം ചാപ്റ്ററിലായിരിക്കണ്ടേ ഇതൊക്കെ വരുന്നത്? ഞങ്ങൾക്ക് പക്ഷെ ഇങ്ങനെ തന്നുണ്ട്, മെഷർമെന്റ് ആൻഡ് ലെങ്ത് ആൻഡ് മോഷൻ. ആൻസർ ഞാൻ പറയാവേ, ജസ്റ്റ് എ മിനിറ്റ്. എനിക്ക് ആ ക്വസ്റ്റ്യൻ മാറിപ്പോയി, എവിടെ പോയി? ഓക്കെ, കിട്ടി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് എക്സ്പ്രസ് എ ടൈം ഇന്റർവെൽ? ഡേ, സെക്കൻഡ്, സ്കൂൾ പീരീഡ്, ടൈം ഓഫ് ദ ഫസ്റ്റ് ബെൽ ഇൻ ദ സ്കൂൾ. ഡേ എന്തായാലും ടൈം ഇന്റർവെൽ ആണ്, എന്ന് വെച്ചാൽ 24 hours ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു ഇന്റർവെൽ ആണല്ലോ. സ്കൂൾ പീരീഡും ടൈം ഇന്റർവെൽ ആണ്, ഒരു 45 minutes ഒക്കെ വരും. ടൈം ഓഫ് ദ ഫസ്റ്റ് ബെൽ ഇൻ ദ സ്കൂൾ ആയിരിക്കും ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി, ടൈം ഓഫ് ദ ഫസ്റ്റ് ബെൽ ഇൻ ദ സ്കൂൾ എന്ന് പറയുമ്പോൾ ഒരു ടൈം അല്ലേ തരിക, ഒരു ഇന്റർവെൽ അല്ലല്ലോ തരിക. ഇന്റർവെൽ എന്ന് പറയുമ്പോൾ ഒരു എമൗണ്ട് ഓഫ് ടൈം ആയിരിക്കണ്ടേ. 1 second എന്ന് പറയുന്നത് ഒരു എമൗണ്ട് ഓഫ് ടൈം ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ക്വസ്റ്റ്യൻ 1ന്റെ ആൻസർ കേട്ടോ. അതേപോലെ ക്വസ്റ്റ്യൻ 2, explaining a standard unit includes unit accepted by any country, unit which is universal. B ആണ് കറക്റ്റ് ആൻസർ. സ്റ്റാൻഡേർഡ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞ SI സിസ്റ്റത്തിന്റെ ഇത് തന്നെ എന്താണ്, എക്സ്പ്ലനേഷൻ തന്നെ ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്യുന്ന സിസ്റ്റം. മാം 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 നമുക്ക് കേൾക്കാല്ലേ മിസ് പറയുന്നുണ്ട്. മാം കേൾക്കാൻ മാം മാം ഇപ്പൊ കേക്കാവോ? ആ ഓക്കെ, എനിക്ക് എന്റെ ഇയർബഡ്സിന്റെ ചാർജ്. ഓക്കെ പറഞ്ഞു. മാം പിന്നെ ഈ ക്വസ്റ്റ്യന്റെ ഞാൻ ഇതിലിട്ടുണ്ടായിരുന്നു ചാറ്റ് ബോക്സില്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു മിനിറ്റ്. വൈ ആർ ആൻഡ് സ്പാൻ. ചാറ്റ് ബോക്സില് ആദ്യത്തെ ക്വസ്റ്റ്യനാ? ആ എനിക്ക് കാണുന്നില്ലല്ലോ. Why are hand span and arm length not used
as standard units of length. Why are handspan and Arm length, not used as? standard unit of a length. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആം സ്പാനും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഏത് പറഞ്ഞാലും ആം സ്പാൻ ആണെങ്കിലും ഫുഡ് സ്പാൻ ആണെങ്കിലും ക്യൂബിറ്റ് ആണെങ്കിലും ഏത് മെത്തേഡ് ആണെങ്കിലും ദീസ് ആർ ട്രഡീഷണൽ മെത്തേഡ്സ് അല്ലെ. ട്രഡീഷണൽ മെത്തേഡ്സിൽ വാട്ട് ഡു വി യൂസ് അവർ ബോഡി പാർട്സ് ഫോർ മെഷർമെന്റ്. ബോഡി പാർട്സ് ഇട്ട് മെഷർ ചെയ്താൽ എന്ത് പറ്റും? ഏതിൽ അവിടെ ഇരുന്നിട്ട് ഏവലിന്റെ ഒരു സ്കെയിൽ, ഒരു 15 സെന്റിമീറ്റർ സ്കെയിലിന് ഏവലിന്റെ ഫിംഗർ യൂസ് ചെയ്ത് മെഷർ ചെയ്ത് എനിക്ക് പറഞ്ഞു തരുമെന്ന് വിചാരിച്ചു. ഏവലിന്റെ ഫിംഗർ ചിലപ്പോൾ ചെറുതായിരിക്കും. ഒന്ന് ചെയ്ത് നോക്കിക്കാം, നമുക്ക് ഇപ്പൊ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു 15 സെന്റിമീറ്റർ സ്കെയിൽ എടുത്തിട്ട് ഈ ഒരു ഫിംഗർ യൂസ് ചെയ്ത് എത്ര ഫിംഗേഴ്സ് ചേർന്നാൽ ആ സ്കെയിൽ വരാമെന്ന് നോക്കിക്കേ. ഏത് ഫിംഗർ ആണ് ഇത് മെയിൻ ചൂണ്ടിക്കാണിക്കുന്ന പോയിന്റിങ് ഫിംഗർ. എത്ര ഫിംഗേഴ്സ് വരും ഒന്ന് നോക്കിക്കേ. എന്റെ 75. 7.5. 7.5. ഫിംഗറിന്റെ ലെങ്ത് ആണോ 7.5? ആ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. സ്കെയിൽ എടുക്കുക, സ്കെയിലില് ഹാൻഡ് കൊണ്ട് മെഷർ ചെയ്യുക. അപ്പൊ എത്ര ഫിംഗേഴ്സ് ആണ് 15 സെന്റിമീറ്റർ സ്കെയിൽ ഫുൾ മെഷർ ചെയ്യാൻ വേണ്ടി? അങ്ങനെ എത്ര തവണ വെച്ച് നോക്കണം? 1, ഇവിടെ വെച്ചിട്ട് 2, അങ്ങനെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിക്കേ. 2 പിന്നെ കുറച്ച് ബാക്കി വരും. കുറച്ച്. ഓക്കെ, ഇപ്പൊ ഏതിൽ ഇത് പറഞ്ഞത് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഹാൻഡ് സൈസ് അല്ലെ. ഏവന്റെ ഫിംഗർ എത്ര ലോങ് ആണ് ഡിപ്പെൻഡ് ചെയ്താണ്. ഏവൽ ഇപ്പൊ പറഞ്ഞ ആൻസർ ഒരു 2.2 അങ്ങനെ ഒരു വാല്യൂ ആയിരിക്കും അല്ലെ, 2.3. പക്ഷെ എന്റെ ഫിംഗർ വെച്ച് ഞാൻ മെഷർ ചെയ്യുമ്പോൾ വരുന്നത് ഒരു 2.6 ഒക്കെ, കുറച്ച് കൂടുതൽ വരും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എന്റെ ഫിംഗർ ചെറുതാണെന്നാണ് അർത്ഥം, ഏവന്റെ ഫിംഗർ വലുതാണെന്നാണ് അർത്ഥം അല്ലെ. സോ വാട്ട് ഡസ് ദാറ്റ് മീൻ? അതിന്റെ അർത്ഥം എന്താണ്? ഓരോരുത്തരും വേൾഡിന്റെ ഓരോ സൈഡിൽ ഇരുന്ന് മെഷർ ചെയ്യുമ്പോൾ മെഷർമെന്റ്സ് ഡിഫറെന്റ് ആവും അല്ലെ. സ്കെയിലിന്റെ ലെങ്ത് എത്രയാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം, 15 സെന്റിമീറ്റർ. ഈ 15 സെന്റിമീറ്റർ എന്നുള്ളത് SI സിസ്റ്റത്തില് അത് ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന വാല്യൂ ആയതുകൊണ്ട് USA-യിലാണെങ്കിലും ജർമ്മനിയിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും 15 സെന്റിമീറ്റർ സ്കെയില് 15 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. മനസ്സിലായോ? സോ ബോഡി പാർട്സ് യൂസ് ചെയ്തതിന്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് ഇപ്പൊ എന്താണെന്ന് മനസ്സിലായി? പല സ്ഥലത്ത് പല സൈസ് ആയിരിക്കും. ഓരോ മനുഷ്യന്മാരും യുണീക്ക് ആണ് അല്ലെ. ഏവലിന്റെ ബോഡി സൈസ് അല്ല എന്റെ ബോഡി സൈസ്. നമ്മുടെ ക്ലാസ്സിലുള്ള ആർക്കും സെയിം ഫിംഗർ ലെങ്സോ ഹാൻഡ് ലെങ്സോ ഉണ്ടാവില്ല. മനസ്സിലായോ? സോ യൂസ് ബോഡി പാർട്സ് ഫോർ മെഷർമെന്റ്, ദാറ്റ് ഇസ് എ വെരി ബിഗ് ഡിസഡ്വാൻറ്റേജ് ബിക്കോസ് ഇറ്റ് ഇസ് ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് പീപ്പിൾ. That is why it is not used as the SI system. Okay? Yes. Answer മനസ്സിലായോ? Okay. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം വർക്ക്ഔട്ട് സെഷൻ. ഏബിളിന്റെ ഡൗട്ട്സ് ഒക്കെ കഴിഞ്ഞല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അനാമികയ്ക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ജോയന്ന? പറയടാ, കേക്കുന്നില്ലേ? ഞാൻ പറയുന്നത് കേക്കുന്നില്ലേ? മാം അടുത്ത ഇതൊന്ന് കാണിച്ചു തരുമോ? കാണിച്ചു തരാം. ഇതിപ്പോ ആരാ പറയുന്നത്? ഇപ്പൊ ജോയന്ന തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണോ? ജോയന്ന എനിക്ക് മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, ഗൗരി? മാമിന്റെ വോയിസ് ബ്രേക്ക് സ്റ്റക്കായി പോകുന്നുണ്ടോ? എല്ലാവർക്കും പോകുന്നുണ്ടോ? മഴയുള്ളതുകൊണ്ടായിരിക്കണം. കുറച്ച് കഴിഞ്ഞ് റെഡി ആവും കേട്ടോ. കുറച്ചു നേരം കഴിഞ്ഞും കൂടി ഉണ്ടെങ്കിൽ പറഞ്ഞു. ആരാധ്യ? മിസ്സിന്റെ വോയിസ് അല്ലേ നേരത്തെ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാം, ഇപ്പൊ അത്രയ്ക്ക് ക്ലിയർ ആയിട്ടില്ല. ആണോ? എനിക്ക് എന്റെ ഇയർബഡ്സ് ഒന്ന് മാറ്റിയായിരുന്നു ഞാൻ. ഇനി അതിന്റെ ആണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഇല്ല, ഇപ്പൊ പ്രശ്നമുണ്ട്.
ഒന്ന് നോക്കട്ടെ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ബാക്കി രണ്ടോ? മിസ്സസ് കേൾക്കുന്നില്ല. ഇല്ലില്ല കേൾക്കുന്നില്ല. എന്തെങ്കിലും ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്താൽ അപ്പൊ കേൾക്കാണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ പോട്ടെ. കേൾക്കുന്നില്ല, അത്യാവശ്യം ക്ലിയർ അല്ലേ? കുഴപ്പമില്ല മിസ്. ഓക്കെ ഓക്കെ. എന്താ പറ്റിപ്പോയെന്ന് എനിക്കറിയില്ല, നെറ്റ്വർക്ക് ഇഷ്യൂ ആണോന്ന് അറിയില്ല കേട്ടോ. നേഹ, ഞാൻ ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിരുന്നു, നോക്കൂ. കറക്റ്റ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇന്ന് ഉണ്ട് കേട്ടോ, അപ്പൊ ഡിസ്കസ് ചെയ്യാം. ഇന്ന് വർക്ക്ഔട്ടിൽ ഉണ്ട് ഈ ക്വസ്റ്റ്യൻ, അപ്പൊ ഞാൻ ആൻസർ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഡെനീസ, മാം ഈ ഹിസ്റ്റോറിക്കൽ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് യൂസ് ഇൻ ഇന്ത്യ ഉദ്ദേശിച്ചത്? ഹിസ്റ്റോറിക്കൽ യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ് ഇന്ത്യയിൽ പണ്ട് യൂസ് ചെയ്തിരുന്ന 3 നമ്മൾ പഠിച്ചില്ലേ? അത് പറയാനാ, ഞാൻ ആരോടും ചോദിച്ചില്ലല്ലേ. And their remaining റെലവൻസ് ഇൻ മോഡേൺ ടൈംസ്. മോഡേൺ അല്ല, മോഡേൺ ടൈംസ് എന്നാണ് കേട്ടോ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ. മോഡേൺ ടൈംസ് അല്ല, മോഡേൺ ടൈംസ്. ഓക്കെ, ഞാനിത് ആരാ ആൻസർ ചെയ്യുന്നത് ഞാൻ പറയാം. എത്ര പേരെ വിളിച്ചു എന്നൊക്കെ ഞാൻ മറന്നുപോയി. ജുവൽ ആർ യു ഹിയർ? യാ, ജുവലിനാണ് ഈ ക്വസ്റ്റ്യൻ. യെസ് മാം. ഏതൊക്കെയാണ് ഹിസ്റ്റോറിക്കൽ യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ് ഇൻ ഇന്ത്യ? പറയാവോ 3 മാം ആംഗുല, യെസ്, വെരി ഗുഡ്. ആംഗുല ആൻഡ് ആലോചിച്ചു. There were 2 more. ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. മാം ഓർമ്മയുണ്ടോ? ഇല്ല. ഓക്കെ, സോ ഒരാളോടും കൂടെ ഞാൻ ചോദിക്കാം. ആരാധ്യ അജി, ആൻസർ ചെയ്യാമോ? ബാക്കി 2 പറയാമോ? Miss, I can hear it. കേക്കാവോ? Miss, it's a bit glitchy. ആണോ? ഈ ക്വസ്റ്റ്യന് തന്നെ 2 പോയിന്റ്സ് പറയാമോ ആരാധ്യ? Okay, Miss. ഓക്കെ, യെസ് പറഞ്ഞോ. ഹിസ്റ്റോറിക്കൽ യൂണിറ്റ്സില് ഒരെണ്ണം ജുവൽ പറഞ്ഞു, അങ്കുല എന്നുള്ളത് ജുവൽ പറഞ്ഞു. 2 കൂടി ഇല്ലേ, പറയാവോ? Handspan. ഹാൻഡ്സ്പാൻ അല്ല, ഹാൻഡ്സ്പാൻ ഇന്ത്യയിലല്ല, അത് ട്രഡീഷണൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ് അല്ലെ. ബട്ട് ഇന്ത്യയിൽ യൂസ് ചെയ്ത 3 നമ്മൾ പഠിച്ചില്ലേ, അതിൽ ഒരെണ്ണം അങ്കുല, 2 കൂടി ഉണ്ട്. ഗസ് ചെയ്യാവോ? കിട്ടുന്നില്ല. ഓക്കെ, അടുത്ത ആളോട് ചോദിക്കട്ടെ. ഹർഷദ്. മിസ് ധനുഷ ആണോ? ധനുഷ, യെസ്, വെരി ഗുഡ്. ധനുഷ ഒന്നും കൂടി ഉണ്ട്. കേരളക്ക് ധനുഷയാണ് ഓർമ്മ. ഓക്കെ, ധനുഷയും കൂടെ കിട്ടി. ഒരെണ്ണം കൂടെ കിട്ടാനുണ്ട്. ആരോടാണ് ചോദിക്കുക? ശ്രീയ, യെസ്, ശ്രീയ പറഞ്ഞു. Hasta. ഏതാ? Hasta. ഹസ്ത ടെക്സ്റ്റ് ബുക്കിലുള്ളതാണോ? ഞാൻ പഠിപ്പിച്ചതിൽ ഹസ്ത അല്ല, വേറൊരെണ്ണം കൂടി ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? Yojana. അങ്കുല, ധനുഷ ആൻഡ് ഒരെണ്ണം കൂടി ഇല്ലായിരുന്നോ? Yojana. യോജന. ഓക്കെ, യെസ് യെസ്, കറക്റ്റ് ആണ്, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കട്ടെ. ഓക്കെ, ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഇത് മാത്രമല്ല, ഡിസ്കസ് ദ ഹിസ്റ്റോറിക്കൽ യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ് ആൻഡ് ദിയർ റെലവൻസും കൂടെ ചോദിക്കുന്നുണ്ട്. റെലവൻസ് ഞാൻ നിങ്ങളോട് ഇപ്പൊ ചോദിക്കുന്നില്ല, ഐ ജസ്റ്റ് ഗിവ് യു ദ ആൻസർ. എല്ലാവർക്കും എഴുതിയെടുക്കാം. ഓക്കെ, ഡൗട്ട് ഉള്ളവർക്ക് എഴുതിയെടുക്കാം. സോ ഐ ജസ്റ്റ് read it out for you. Historical measurement units in India such as Angula, finger width, Dhanusha, bow length played a significant role in ancient architecture, town planning and trade. Yojanayum കൂടെ ഉണ്ട് കേട്ടോ. Angula, Dhanusha and Yojana 3 എണ്ണമാണ് ഉള്ളത്. These units are measured in ancient literature and are still used by traditional craftspeople like carpenters and tailors. അപ്പൊ എന്താണ് ഇതിന്റെ റെലവൻസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ യു ഹാവ് ടു റൈറ്റ് ദിസ് സെന്റൻസ്. ഓക്കെ,
അതായത് ട്രഡീഷണലി കാർപ്പൻറ്റേഴ്സും ടൈലേഴ്സും യൂസ് ചെയ്തിരുന്നു ആൻഡ് ദേ സ്റ്റിൽ യൂസ് ഇറ്റ്, ഇപ്പോഴും അവർ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് എഴുതാം. Understanding these units provides insight into India's rich history of measurement and how it has evolved to incorporate modern standard units. Okay, ഈ ഒരു ആൻസർ നിങ്ങൾ എഴുതിയെടുത്തോ, ഇത് ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഓക്കെ, എല്ലാവരും എഴുതിയെടുത്ത് കഴിഞ്ഞിട്ട് ഐ കം ആൻഡ് സോൾവ് യുവർ ഡൗട്ട്സ് വൺ ബൈ വൺ. ഓക്കെ, എഴുതിയെടുക്കാൻ ഞാനൊരു 5 minutes തരാം, വേഗം വേഗം എഴുതിയെടുക്കും. എഴുതി കഴിഞ്ഞോ? ഓൾ ഡൺ? എഴുതി കഴിഞ്ഞ എല്ലാവരും ഒരു തംസപ്പ് ഇട്ടേ. ലെറ്റ് മീ ജസ്റ്റ് സീ. ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താലും മതി കേട്ടോ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ആർക്കാന്ന് ഞാൻ ഇപ്പൊ പറയാം. ഓക്കെ, ഒത്തിരി പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ഡൗട്ട്സ് സോൾവ് ചെയ്തിട്ട് പോവാം. ജോയന? യെസ്, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ ജോയനയ്ക്ക്? ഓക്കെ, നേരത്തെ എനിക്ക് അൺമ്യൂട്ട് ഓപ്ഷൻ വന്നില്ലായിരുന്നു. ഓക്കെ ഓക്കെ, സോറി സോറി, ചിലപ്പോ എന്റെ ഭാഗത്തായിരിക്കും പറ്റുക. പറഞ്ഞു. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ, 7ാമത്തെ ആർട്ടിസാൻ ആൻഡ് SI യൂണിറ്റ്. ഇതാണ് ഹിസ്റ്റോറിക്കൽ SI യൂണിറ്റ്. ഓക്കെ, പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻ തന്നെ. അതായത് ഗീവ് SI യൂണിറ്റ് ഇമ്പോർട്ടൻറ്റ് മെഷേഴ്സ് എന്ന് പറയില്ലേ, അതിന്റെ ആൻസർ ഏതാ? അതിന്റെ ആൻസർ ആണ് ഞാൻ എഴുതി തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇപ്പൊ എഴുതി ഒന്നുകൂടെ തരാം.
ഓക്കെ. ലെങ്ത് ഞാൻ സൈഡിൽ എഴുതി തന്നില്ലായിരുന്നോ? ലെങ്ത് അതിന്റെ ആൻസർ അന്ന് വേണ്ട മിസ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ. ലെങ്ത് മീറ്റർ, മാസിന്റെ kg കിലോഗ്രാം, പിന്നെ ടൈമിന്റെ സെക്കൻഡ്. ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു അതിന്റെ ആൻസർ ഏതാന്ന്, ഇതിന്റെ ആൻസർ ആണെന്നല്ലേ. സിദ്ധാർത്ഥ് കൃഷ്ണ പറഞ്ഞോടാ. മിസ് എനിക്ക് ഡൗട്ട് ചോദിച്ചോ. എന്തായിരുന്നു ഡൗട്ട് പറ. ഡൗട്ട് എന്താ? തോന്നി മറന്നുപോയോ? നേരത്തെ ഞാൻ കഴിഞ്ഞിട്ട് ഓമ പറഞ്ഞ പലയാ മിസ്. എന്തോ ഡൗട്ട് ഓമ പറഞ്ഞ നാ പലയാ മിസ്. ഓക്കെ. ഓർമ്മ വരുമ്പോ അങ്ങ് ചാറ്റ് ബോക്സിൽ ഇട്ടോട്ടെ, അതൊന്നും മറന്നുപോയില്ലല്ലോ. ആരാധ്യ? മിസ് ഈ ക്വസ്റ്റ്യൻ ആരാദ്യം ചാറ്റ് ബോക്സിൽ ഇട്ടത്? SI യൂണിറ്റ് ആണോ? അല്ല, ഹിസ്റ്റോറിക്കൽ ഞാൻ നോക്കി വെച്ചായിരുന്നു, എന്നിട്ട് ഞാൻ പറയാൻ പറഞ്ഞു. ആയുഷ് ആണെന്നാണ് എന്റെ ഒരു കിട്ടുന്നത്. ആയുഷ് ആണ് ആദ്യം ഇട്ടത് കേട്ടോ. ഇതിന്റെ ആൻസർ ആയുഷിന്. വെരി ഗുഡ്. തൊട്ട് പുറകെ അനയും കുറെ പേര് ഇട്ടിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ അല്ല, ഏവലിന്റെ ഡൗട്ട് എന്താ? മിസ്സിനാണല്ലേ ഒരു ക്വസ്റ്റ്യൻ ഇട്ടുണ്ടോ? ചാറ്റ് ബോക്സിലാണോ? നിനക്ക് ഇതിന്റെ എക്സാം കഴിഞ്ഞതാ? ഇല്ല, എക്സാം ഞങ്ങൾക്ക് കഴിഞ്ഞതാണ്? വരും. അസൈൻമെന്റ് പോലെ തന്നതാണോ? ഈ മൺഡേ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാവേ. ക്വസ്റ്റ്യൻ 5. വിച്ച് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പീരിയോഡിക് മോഷൻ? പീരിയോഡിക് മോഷൻ ഇതില് ഓസിലേഷൻ ഓഫ് എ പെൻഡുലം പീരിയോഡിക് ആണ്. ഓപ്ഷൻ എ കറക്റ്റ് ആണ്. മോഷൻ തെറ്റാ, സ്പിന്നിങ് തെറ്റാ, സ്റ്റോൺ. ഓപ്ഷൻ എ ആണ് കേട്ടോ. 5th ക്വസ്റ്റ്യൻ ആൻസർ. 6th question. Type of motion exhibited by a car performing a stunt in a well. Well എന്ന് വെച്ചാൽ കിണറിനാണോ? മിസ്സിന് ഇത് കഴിഞ്ഞിട്ട് വേറൊരു ഇതിട്ടുണ്ട്, അതില് അത് കാണാൻ പറ്റും. ഞാൻ ഫോട്ടോ എടുത്തപ്പോ ശരിക്കും അത് വന്നില്ല. ഓക്കെ, നോക്കട്ടെ. ക്വസ്റ്റ്യൻ നാലാമത്തേതാ. ബേർഡ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. അൺമ്യൂട്ട് ചെയ്യടാ ബാക്കി എല്ലാവരും. ബേർഡ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ ഈസ് only rectilinear, only periodic, both periodic and rectilinear, none of them is correct. rectilinear എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നതാണ്. ബേർഡ് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് പോകണമെന്ന് നിർബന്ധമില്ല, ചിലപ്പോ ആവാം. പീരിയോഡിക് ആൻഡ് rectilinear. പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത് ബേർഡിന്റെ വിങ്സ് പീരിയോഡിക് മോഷൻ ആണ്. ബട്ട് ബേർഡ് എങ്ങനെയാ പീരിയോഡിക് മോഷനിലാവണേ? സോ പീരിയോഡിക് എന്തായാലും അല്ല കേട്ടോ. അപ്പോ എന്തോ ഇവിടെ ഒരു ഉദ്ദേശിച്ച ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും. റെക്റ്റിലിനിയർ മോഷൻ ആയിരിക്കും. ബേർഡ് സ്ട്രെയിറ്റ് ആയിട്ട് പറന്നു പോകുന്നു എന്ന് ഉദ്ദേശിച്ചിട്ടായിരിക്കണം. ഓക്കെ, എഴുതി തന്ന പോലെ തന്നെയുള്ള ആൻസർ. കേൾക്കുന്നില്ല കേട്ടോ. ആരാ ഇപ്പൊ പറഞ്ഞത്? ഞാൻ പേപ്പറിനകത്ത് എഴുതും. ഓക്കെ, ഏവൻ വേറെ ഇതാണുള്ളത്. ക്വസ്റ്റ്യൻ 4ന്റെ ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ 5 ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ 6 വെല്ലാണോ? ക്വസ്റ്റ്യന്റെ ബാക്കിയില് വെല്ലാണെന്നുണ്ടെങ്കിൽ സർക്കുലർ മോഷൻ ആയിരിക്കും വരിക. ഓക്കെ, ഓപ്ഷൻ ബി സർക്കുലർ മോഷൻ ആയിരിക്കും വരിക. ഓക്കെ, ഏവലിന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ എന്ന് തോന്നുന്നു. അനാമിക? 13 ക്വസ്റ്റ്യൻസ് അല്ലേ ഉള്ളൂ? ഇത് എത്രാമത്തെയാ? എനിക്ക് ഓർമ്മയില്ല, ഞാൻ നോക്കാം. ഇതിപ്പോ എത്രാമത്തെയാ? ഇതിപ്പോ 10ാമത്തെ ഉണ്ടോന്ന് തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 10th ആണ്. ഇപ്പൊ 9th കഴിഞ്ഞു. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആർക്കാന്ന് ഞാൻ പറഞ്ഞുതരാം.
ഡാൻ ജോൺ ഉണ്ടോ ഇവിടെ? ഇവിടെ ഇത്രയും വരെ എഴുതും, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എഴുതും. ഓക്കെ, ഡാൻ ജോൺ ഇവിടെ ഉണ്ടോ? ഓക്കെ, ഡാൻ ജോൺ ഇല്ല. അനേ കൃഷ്ണ, ഡാൻ ജോൺ ഉണ്ടോ? ഓക്കെ ഓക്കെ, ഞാൻ കണ്ടില്ല അപ്പൊ പെട്ടെന്ന് നോക്കിയപ്പോ എന്റെ വീഡിയോ ഓഫ് പോലെ തോന്നി. പറഞ്ഞോ. Why do people use standard units of measurement instead of body parts? കുറച്ചു മുമ്പ് ഏവലിന്റെ എക്സാമിന്റെ എന്തോ ഒരു അസൈൻമെന്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിട്ട് ഇതേ ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ എങ്ങനെയാ ഇത് ആൻസർ ചെയ്യാന്ന് പറഞ്ഞേ? We use standard units other than body parts because when we use body parts, many people have different measures of like hand, different sizes of. ഡിഫറെന്റ് സൈസസ്. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. നല്ലൊരു പോയിന്റ് ആണ് പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് എഴുതാൻ പാകത്തിന് നല്ല കുറച്ച് വൃത്തിയാക്കിയ ഒരു പാരഗ്രാഫ് കൊണ്ടുവന്നിട്ടുണ്ട്. എഴുതേണ്ടവർക്കൊക്കെ എഴുതിയെടുക്കാം. പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. വെരി ഗുഡ്. ആരാ കറക്റ്റ് ആദ്യം ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്തെന്ന് ഞാൻ ഇപ്പൊ പറയാം. നോക്കട്ടെ. സിദ്ധാർത്ഥ് കൃഷ്ണയാണ് ഇത് ആദ്യം ആൻസർ ചെയ്തത് കേട്ടാ. വെരി ഗുഡ് സിദ്ധാർത്ഥ് കൃഷ്ണ, കറക്റ്റ് ആണ്. നേഹ ചോദിച്ചിട്ടുണ്ട് വാട്ട് ഇസ് ഓസിലേറ്ററി മോഷൻ, ഗീവ് ടു എക്സാമ്പിൾസ്. അത് നേഹ, ഓസിലേറ്ററി മോഷൻ എന്ന് വെച്ചാൽ നമ്മൾ അടുത്ത ഡേയിലായിരിക്കും ഇത് പഠിക്കുക, ഇന്നില്ല പഠിക്കാൻ. ബട്ട് ഞാൻ ജസ്റ്റ് ചോദിച്ചുകൊണ്ട് പറഞ്ഞുതരാം. ഓസിലേറ്ററി മോഷൻ എന്ന് വെച്ചാൽ ടു ആൻഡ് ഫ്രോ മോഷൻ ഇല്ലേ, നമ്മൾ ഊഞ്ഞാലാടുമ്പോൾ മുന്നോട്ടും ബാക്കിലോട്ടും അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മോഷനെയാണ് ഓസിലേറ്ററി മോഷൻ എന്ന് വിളിക്കുക. എക്സാമ്പിൾ ഊഞ്ഞാൽ എഴുതാം, സ്വിങ് എഴുതാം, സിമ്പിൾ പെൻഡുലം എഴുതാം. ഓക്കെ, യെസ്, ആരാധ്യ കറക്റ്റ് ആൻസർ ആണ്. എല്ലാവരും കറക്റ്റ് ആണ്. ഏവൽ എന്ത് പറ്റി പറഞ്ഞോടാ? മിസ് ഞാൻ പറഞ്ഞത് കേട്ടില്ല, എന്നെ നെറ്റ് വിഷയം ഇപ്പോ ഞാൻ ലീവ് ചെയ്തിട്ട് കേറുന്നു തോന്നുന്നു. ആണോ? ഒന്നും കൂടെ ഞാൻ പറയാവേ. ഏവലിലെ ഫോർത്ത് ക്വസ്റ്റ്യന്റെ ആൻസർ ഞാൻ ഒന്ന് കണ്ടുപിടിക്കട്ടെ. എന്റെ ക്വസ്റ്റ്യൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ അല്ല, ഫോർത്ത് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ, റെക്ടിലിനിയർ മോഷൻ. ഫിഫ്ത്ത് വൺ ഓപ്ഷൻ എ, ഓസിലേഷൻ ഓഫ് പെൻഡുലം. സിക്സ്ത് വണ്ണും ഓപ്ഷൻ ബി, സർക്കുലർ മോഷൻ. ആ ക്വസ്റ്റ്യന്റെ സിക്സ്ത് ക്വസ്റ്റ്യന്റെ ബാക്കിയിൽ വെല്ലാണോ? ഏവലൊന്ന് കൺഫേം ചെയ്തേ നോക്കിയിട്ട്. മിസ് വെല്ലാണോ? WELL. ആ ഓക്കെ, അപ്പൊ വെല്ലെന്ന് പറഞ്ഞാൽ ഒരു മറ്റേ ഓക്കെ, അപ്പോ സർക്കുലർ മോഷൻ ആണ് ആൻസർ, ഓപ്ഷൻ ബി. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയെടുത്തോ? എഴുതിയെടുക്കേണ്ടവർക്കൊക്കെ എഴുതിയെടുക്കാം. സിദ്ധാർത്ഥ് കൃഷ്ണ, എന്തെങ്കിലും ഡൗട്ട്സ്? മിസ് ഡൗട്ട് കിട്ടി. കിട്ടി, ഓക്കെ. അനാമിക, മിസ് ആൻസർ ആൻസർ എന്താ സിദ്ധാർത്ഥ് ഒന്നുകൂടെ പറഞ്ഞേ? മിസ് ആൻസർ ഡൗട്ട് എന്താ പറഞ്ഞേ? ഒന്നുകൂടെ പറഞ്ഞേ. ലൈക്ക് ഒന്നുമില്ല മിസ്. ഓക്കെ ഓക്കെ ഓക്കെ, ആൻസർ കിട്ടിയോ? അയ്യോ സോറി, മാറിപ്പോയി. അനാമിക പറഞ്ഞു. മാം, ഇത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്, പക്ഷെ എന്റെ ആൻസർ ഇത് വായിച്ച് കറക്റ്റ് ആണോ എന്ന് നോക്കുവോ? പറ. People use standard units SI instead of body parts because SI are more accurate, but body parts are not because they are more reliable. ഓക്കെ, അതും കറക്റ്റ് ആൻസർ ആണ്. കൊള്ളാം, നല്ല ആൻസർ ആണ് കേട്ടോ. Okay, thank you, ma'am. ഓക്കെ, ജോയന. മിസ് ഈ 9ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് കാണിച്ചു തരുമോ? ഇതിന് തൊട്ട് മുന്നത്തെ ആണോ? ആ ഓക്കെ, വേഗം എഴുതണേ. ഇതിന് ഞാൻ കുറെ സമയം തന്നതല്ലായിരുന്നു എഴുതാൻ, അപ്പൊ എന്ത് പറ്റി? ഇത് എഴുതിയാ എഴുതിയാ? 9ാമത്തെയാ? ഇത് 10ാമത്തെ, ഇപ്പൊ 10ാമത്തെ. ഇത് 10ാമത്തെ എന്ന് തോന്നുന്നു. അല്ലല്ല, ഇത് 9ാമത്തെ. ഇത് നോക്കട്ടെ ഞാൻ.
ഫസ്റ്റ് പേജിൽ ഇതിന്റെ നമ്പേഴ്സ് ഉള്ളു, കഴിഞ്ഞിട്ട് നമ്പേഴ്സ് ഇല്ല. യാ 9ാമത്തെ സിഗ്നിഫിക്കൻസ് ഓഫ് മീറ്റർ അല്ല, ഇത് 8ാമത്തെയാ. എനിക്ക് തോന്നുന്നു ഇവിടെ എന്തൊക്കെയോ ഒരു ഡിഫറെന്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ കാണിച്ചേക്കുന്നത് കേട്ടോ. കുഴപ്പമില്ല, ഇത് നോക്കണ്ട, നമുക്ക് നമ്മൾ ചെയ്ത രീതി തന്നെ നോക്കി പോവാം. എണ്ണി നോക്കാം അല്ലെ? 1 2 3 4 5 6 7th ആയിരുന്നു ഹിസ്റ്റോറിക്കൽ യൂണിറ്റ്സ്. 8th ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഞാൻ നമ്പർ ഇട്ട് എഴുതുന്നേ, നമ്പർ ഇട്ടിട്ട്. ഇല്ല, കുഴപ്പമില്ല. കൺഫ്യൂഷൻ എന്താന്ന് പിന്നെ നോക്കി കണ്ടുപിടിച്ചാൽ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആർക്കാൻ നോക്കാം. അത് 8th ആണെങ്കിൽ ഇത് 9th ക്വസ്റ്റ്യൻ ആണ്. നേഹയ്ക്കാണ് ഈ ക്വസ്റ്റ്യൻ. നേഹയ്ക്ക് ഞാൻ നേരത്തെ ചോദിച്ചായിരുന്നു എന്തെങ്കിലും? അയ്യോ, ചോദിച്ചെങ്കിൽ വേണ്ട. ഡൗട്ട് എന്താന്ന് പറഞ്ഞു? അത് ഈ മെഷറിംഗ് ടാപ്പ് ഇല്ലേ, മെഷറിംഗ് ടാപ്പ് കേർവ്ഡ് സർഫേസസ് ആണോ മെഷർ ചെയ്യാ? അതെ, കേർവ്ഡ് സർഫേസ്. ടൈലറിന്റെ കയ്യിലിരിക്കുന്ന മനസ്സിലായി. തയ്ക്കാൻ പോകുമ്പോ തയ്ക്കുന്ന അവിടെ എന്ത് ചെയ്യും? കേർവ്, നമ്മുടെ ബോഡി കേർവ്ഡ് അല്ലേ, അപ്പൊ നമ്മുടെ ബോഡിയുടെ മെഷർ എടുക്കാൻ വേണ്ടി കേർവ്ഡ് ആയിട്ടുള്ള ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യും. ഡെനീസ, മനസ്സിലായില്ല. ഈ ക്വസ്റ്റ്യൻ ആണോ? ഓക്കെ, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മീറ്റർ ഇൻ ദ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്? ഈ ക്വസ്റ്റ്യൻ ആരോണിനാണ്. ആരോൺ ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ പറയാൻ? ഞാൻ സത്യം താങ്ക്യാ ആരോൺ, അയ്യോ അയ്യോ, എന്റെ കൈ തട്ടി ആരൊക്കെയോ മ്യൂട്ടും അൺമ്യൂട്ടും ആയിട്ടുണ്ട്. ആരോൺ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് കിട്ടി. ആരോണോട് ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നോ? ഇല്ല മിസ്. ഓക്കെ, അപ്പൊ ഇത് ആൻസർ ചെയ്യാൻ പറ്റും. ഞാൻ കാരണം എന്താണ് അർത്ഥം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മീറ്റർ ഇൻ ദ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്? ഇവർ നമ്മളോട് ചോദിക്കുന്നത് SI യൂണിറ്റ് സിസ്റ്റത്തിൽ മീറ്റർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് എന്താണ് ഇമ്പോർട്ടൻസ് ഉള്ളത്? മീറ്റർ എന്ന് പറയുന്നത് എന്തിന്റെ SI യൂണിറ്റ് ആണ് എന്നാണ് ചോദ്യം. ഓക്കെ, സോ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് എന്ന് ചോദിക്കുമ്പോൾ മീറ്റർ ആരുടെ SI യൂണിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ മതി. അറിയാവോ ആൻസർ? ആരാണ് അറിയാമോ ആൻസർ? ഇല്ല. ഓക്കെ, ഞാനെന്നാ വേറൊരാളെയും കൂടെ ചൂസ് ചെയ്യാം. ഇതെല്ലാം വിളിച്ചത്. ഇതിൽ ആരെയൊക്കെ വിളിച്ചത് ഞാൻ മറന്നുപോയി. ഗൗരി ആറിനെ വിളിച്ചായിരുന്നു. ഗൗരി ആർ. വിളിച്ചോ ഇല്ലേന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. നിഹ. ഓക്കെ, നിഹാനെ വിളിച്ചില്ലല്ലേ? നിഹാനെ എനിക്ക് ഇന്നലെ കണ്ടുപരിചയമുണ്ട്, പക്ഷെ ഞാൻ മറന്നുപോയി. ഓക്കെ, നിഹയ്ക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുമോ? മീറ്റർ എന്ന് പറയുന്നതിന് SI യൂണിറ്റിൽ എന്താണ് റോൾ, എന്താണ് സിഗ്നിഫിക്കൻസ്? ആരുടെ SI യൂണിറ്റ് ആണെന്നാണ് ചോദിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അറിയാമോ? മീറ്റർ എന്നുള്ള യൂണിറ്റിന് SI യൂണിറ്റ് സിസ്റ്റത്തിൽ എന്താണ് റോൾ? ഇതിൽ ആൻസർ കുറച്ച് പേര് ചെയ്തിട്ടുണ്ട്. ഡു വി ഹാവ് എക്സാം? നമുക്കിന്ന് എക്സാം ഇല്ല കേട്ടോ. യെസ്, ഒന്നുകൂടെ പറഞ്ഞേ. മീറ്റർ ഇസ് എ സിമ്പിൾ ഓഫ് M. മീറ്ററിന്റെ സിമ്പിൾ M ആണ്. ബട്ട് മീറ്റർ എന്ന് പറയുന്നത് ആരുടെ SI യൂണിറ്റ്? SI യൂണിറ്റ് ഓഫ് ഡാഷ് ഇസ് മീറ്റർ. ലെങ്ത്. വെരി ഗുഡ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ആ ഒരു പോയിന്റ് ആണ് മെൻഷൻ ചെയ്യേണ്ടത്. ആൻസേഴ്സ് എഴുതി എടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം കേട്ടോ. Meter is an important international system of units as it is the base unit of length. It provides a consistent standard for measuring length, which is essential for scientific and everyday measurements. Okay. First point ആണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് എഴുതാനുള്ളത്. ഞാൻ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. ഒത്തിരി കൈകൾ കാണുന്നുണ്ടല്ലോ, എന്താ കുറെ കൈകൾ? അനാമിക, ഞാൻ ഇത് മാത്രമേ എഴുതിയുള്ളൂ. മീറ്റർ ഇസ് എ സിഗ്നിഫിക്കൻസ് ബിക്കോസ് അത് മാത്രം മതി. അത് മാത്രം മതിയോ? മതി മതി. യൂണിറ്റ്. ഓക്കെ, അത് ഇപ്പൊ ഇത് ഫുൾ ചെയ്തണ്ട? വേണ്ട വേണ്ട. ഓക്കെ, ആൻസർ ചെയ്യാൻ ഹാൻഡ് റൈസ് ചെയ്തതായിരുന്നോ?
അല്ല മാമേ ലിഹ ലിഹ. ഓക്കെ ഓക്കെ. കൈ തട്ടിയതാണോ? ഓക്കെ ഓക്കെ കുഴപ്പമില്ല. ആത്മിക. ഞാനൊരു ക്വസ്റ്റ്യൻ ചാറ്റിൽ ഇട്ടുണ്ട്, അതിന്റെ ആൻസർ ഒന്ന് പറയാവോ? പറയാം, നോക്കട്ടെ. ആത്മികയല്ലേ? ഒത്തിരി പേര് എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട്, ഞാൻ എല്ലാം വായിച്ച് പറയാം. നമുക്ക് ഈ സെഷൻ ഒന്ന് തീർത്തിട്ട് ഈ പരിപാടി ചെയ്താലോ? ഓക്കെ, ആത്മികയുടെ ആൻസർ ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് നോട്ട് എ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് മെഷർമെന്റ്? ഹാൻഡ് സ്പാൻ അല്ലേ സ്റ്റാൻഡേർഡ് യൂണിറ്റ് അല്ലാത്തത്? മില്ലിമീറ്റർ, സെന്റിമീറ്റർ, കിലോമീറ്റർ ഒക്കെ നമ്മളിപ്പോ യൂസ് ചെയ്യുന്നതാണ്. ഹാൻഡ് സ്പാൻ ട്രഡീഷണൽ ഓൾഡ് യൂണിറ്റ് ആണ്. ഓക്കെ ആത്മിക. അടുത്തത് ആരാധ്യ. മാം ടെൽ മീ. മാം ആരാ ആദ്യത്തെ ആൻസർ? അത് ഓക്കെ, യെസ്, ഞാനത് മറന്നു. ഇതിന്റെ ആൻസർ വളരെ കുറച്ച് ആൾക്കാരെ ഇട്ടിട്ടുള്ളൂ, അത് തന്നെ കണ്ടുപിടിക്കാം. ലെങ്ത് ആരാധ്യ തന്നെയാണ് ഫസ്റ്റ് ആൻസർ ഇട്ടത് കേട്ടോ. വെരി ഗുഡ്. ഓക്കെ, ആരാധ്യയാണ് മുന്നേ എന്തോ ഡൗട്ട് ചോദിച്ചാൽ ആത്മികയാണ്. ആത്മികയ്ക്ക് ഒരു ഡൗട്ടും കൂടെ ഉണ്ടോ? സപ്പോസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്കൂൾ ആൻഡ് ഹോം ഇസ് 1.5 കിലോമീറ്റർ, എക്സ്പ്രസ് ഇറ്റ് ഇൻ മീറ്റേഴ്സ്. 1.5 കിലോമീറ്ററിന് എങ്ങനെയാ മീറ്റർ ആക്കുന്നത്? ജസ്റ്റ് മൾട്ടിപ്ലൈഡ് ബൈ 1000 ചെയ്താൽ മതി കേട്ടോ. 1.5 into 1000 ചെയ്യാം. എങ്ങനെയാ 1.5 into 1000 ചെയ്യാം? ഈ ഒരു പോയിന്റിന് 3 പ്ലേസസ് റൈറ്റിലോട്ട് മാറ്റി കുത്തുക. ഇവിടെ രണ്ടിടത്ത് 0 ഇടുക. സോ ആൻസർ ഇസ് 1500 meters. ഓക്കെ, 1.5 into 1000 ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗൗരി ഓജി. അയ്യോ, can you please unmute me ചോദിക്കുന്നുണ്ട്. യെസ് ഗൗരി. ഞാനില്ലേ ഇപ്പഴാ ജോയിൻ ചെയ്തേ. അയ്യോ, എന്ത് പറ്റി? തീരാനായല്ലോ ക്വസ്റ്റ്യൻസ്. എനിക്ക് എന്താ ഓണ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ പുറത്തു പോയിരുന്നു. സാരമില്ല, റെക്കോർഡഡ് ക്ലാസ് കിട്ടൂട്ടാ. ലിങ്ക് ചോദിച്ചൊന്ന് എടുത്ത് പഠിച്ചാൽ മതി. ഓക്കെ, നമ്മൾ ജസ്റ്റ് എല്ലാവരോടും ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ആൻസർ ചെയ്യുന്നു, അതേ ഉള്ളൂ. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഏവലിന്റെ ഡൗട്ട് എന്താ? മിസ് 1.5 into 1000 അതെന്തിന്റെയാ? 1.5 കിലോമീറ്റേഴ്സ് എത്ര മീറ്റർ ആണെന്ന് ഒരാൾ ഡൗട്ട് ചോദിച്ചു, അത് ഞാൻ പറഞ്ഞു കൊടുത്തതാ. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതുവരെ ഹാൻഡ് റൈസ്, ലൈക്ക് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാത്തവര് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ, എന്നാ ആൻസർ ചെയ്യണം എന്നുള്ളവർ. അവർക്കൊക്കെ ആയിരിക്കും ഞാൻ ഇത് തരുന്നുണ്ടാവുക. ഹാൻഡ് റൈസ് നോക്കിയിട്ട് ഞാൻ ആൾക്കാരെ വിളിക്കാം. ജോയന്ന. ഓക്കെ, ജോയന്നയ്ക്കാണ് അപ്പൊ ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, write the correct techniques for measuring length accurately. Explain why they are important. ഇത്രയും കൂടെ ചെയ്യണ്ട, കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് നമ്മൾ മെഷർമെന്റ് എടുക്കുന്നതെന്നുള്ള 3-4 പോയിന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായി. അതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ജോയിന്ന പറയണം. പറയാമോ? ടേപ്പ് വെച്ചിട്ട്. എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യുക? നമ്മൾ 3-4 റൂൾസ് പഠിച്ചില്ലേ? ഒരെണ്ണം പറഞ്ഞേ. ഹാൻഡ് സ്പാൻ ലൈക്ക് ദാറ്റ്. അതല്ല, കറക്റ്റ് ആയിട്ട് എങ്ങനെ മെഷർ ചെയ്യുന്ന റൂൾസ്, അതായത് 2-3 റൂൾസ് പഠിച്ചില്ലേ? ഹൗ ടു മെഷർ കറക്റ്റ്ലി പഠിച്ചില്ലേ? ഇന്നലെ തിരിച്ചു പോയിട്ട്. ടേപ്പ് വെച്ചിട്ട് മറ്റേ പൊട്ടാറ്റോ. അതല്ലല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഓക്കെ, ഹർഷദ് ചോദിക്കുന്നുണ്ട്, ജോയിനെ ശ്രദ്ധിച്ചിരിക്കണേ. ഹർഷദ് പോയിന്റ് പറഞ്ഞേ. വെരി ഗുഡ്. ജോയിനൊക്കെ ഓർമ്മ വന്നോ? സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ നോക്കണം. കുറച്ച് റൂൾസിനെ പറ്റിയിട്ടാണ് ഞാൻ ചോദിച്ചത്. കറക്റ്റ് ആയിട്ട് മെഷർമെന്റ് എടുക്കണമെങ്കിൽ ഓക്കെ. സോ ഹർഷദ് തന്നെ 2 പോയിന്റും പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുക. സെക്കൻഡ് പോയിന്റ് രണ്ടും നേരെ തന്നെ വെക്കുക, പാരലൽ ആയിട്ട്. ഓക്കെ, സോ ജോയിനെയും ഹർഷദും കഴിഞ്ഞു. ഇനി ആരാണുള്ളത്? യെസ്, മനസ്സിലായോ? ആൻസർ മനസ്സിലായോ? ഞാൻ വിചാരിച്ചു എങ്ങനെ എന്ത് വെച്ചിട്ട് എടുക്കണ്ടേന്നായിരിക്കും. അല്ല, ക്വസ്റ്റ്യൻ കാണുമ്പോ നമ്മൾ ആൻസർ ചെയ്യാനും കൂടെ മനസ്സിലാക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ വായിച്ചതിന്റെ അർത്ഥം മനസ്സിലാക്കണം. ഓക്കെ, ഇനി എന്നോട് ചോദിക്കോ? ഇല്ല, ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ.
ഓക്കെ, ആൻസർ പറഞ്ഞില്ലല്ലോ. അത് സാരമില്ല, കുഴപ്പമില്ല. പറഞ്ഞാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ജസ്റ്റ് നമ്മളെ തന്നെ അനലൈസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ചാറ്റ് ബോക്സിൽ ആകെ ഇട്ടിട്ടുള്ളത് ഒരാളാണ്. അല്ല സോറി, മേളിലോട്ട് ആൾക്കാരുണ്ട്. യെസ് ഫൈഹ, യു മേ ഗോ. കുഴപ്പമില്ല. ഓക്കെ, ആൻസർ ഒരാളെ ഇട്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഭഗത്ത് ഇട്ടിട്ടുണ്ട്. ആരാധ്യയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഫസ്റ്റ് ഇട്ടത് കേട്ടോ. വെരി ഗുഡ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ആരാധ്യം മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. എഴുതി എടുക്കേണ്ടവർക്കോ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്കോ ഇപ്പൊ ചെയ്യാം. ഓക്കെ, ഒരു 2 minutes ടൈം തരാം. യു വോണ്ട് ടു റൈറ്റ് ഇറ്റ് ഡൗൺ, യു ക്യാൻ റൈറ്റ് ഇറ്റ്. ഹാൻഡ് റൈസ് ചെയ്തവരൊക്കെ ഞാൻ വിളിക്കാം കേട്ടോ. ഇനി ഇത്രയും പേരാണുള്ളത്. അയ്യോ, കുറെ പേരുണ്ടല്ലോ. കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കട്ടെ. ആരുടെയോ ഓഡിയോ ഓൺ ആണല്ലോ. ആരത്? എല്ലാരും മ്യൂട്ട് ചെയ്തിട്ടിരുന്ന് എനിക്ക് ആരാന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഓക്കെ ഫൈൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. How does the position of eye affect the accuracy of measuring with a scale? This question is for Sairam. Sairam, ഇവിടെ ഉണ്ടോ? Sairam, കണ്ണിന്റെ പൊസിഷൻ എങ്ങനെയാണ് അക്യൂറസിനെ ബാധിക്കുന്നത്? അക്യൂറസി മാം, എനിക്കൊരു പ്രോബ്ലം ഉണ്ട് ഓക്കെ, ഈ ക്വസ്റ്റ്യനില്. ഈ അക്യൂറസി എന്ന് പറഞ്ഞാ അക്യൂറസി എന്ന് വെച്ചാൽ എത്രത്തോളം കറക്റ്റ് ആണ് ആൻസർ എന്നുള്ളത്. കറക്റ്റ് മെഷർമെന്റ് ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ അക്യൂറേറ്റ് ആണ് എന്ന് പറയും. കറക്റ്റ് എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ പൊസിഷന്റെ ഐ എഫക്ട് ഇതാ മെഷർ ചെയ്യുന്ന സ്കെയിലും കൊണ്ട് എങ്ങനെ മെഷർ ചെയ്യുന്നതാ? അതെ, കണ്ണ് നമ്മൾ എങ്ങനെ വെക്കണം കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റ് കിട്ടണമെങ്കിൽ. എന്ന് പറഞ്ഞാ മെഷർമെന്റ് മെഷർ ചെയ്യുന്ന പേര് പറയാനാ? സ്കെയിലിന്റെ ഏത് പൊസിഷനിലാണ് ഐ വെക്കേണ്ടത് അതാണ് ചോദ്യം. ഏത് പൊസിഷനിൽ വെച്ചാൽ ആ കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റ് കിട്ടുക. ഓക്കെ, ഗൗരി ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഗൗരി ഇങ്ങനെയൊക്കെ ഹാൻഡ് എക്സ്പ്രഷൻ കാണിച്ചുകൊണ്ട് ഞാൻ ഗൗരിന്റെ അടുത്തോട്ട് ക്വസ്റ്റ്യൻ പാസ് ചെയ്യുവാണ് കേട്ടോ. യെസ് ഗൗരി പറഞ്ഞോ. കേക്കുന്നില്ലടാ, എനിക്ക് മാത്രമാണോ ആർക്കും കേൾക്കുന്നില്ലേ? ഓക്കെ ഗൗരി, ഇപ്പൊ സാരമില്ല, ഞാൻ ചോദിച്ചു വിചാരിച്ചോളാം. ഇപ്പൊ ഒരു മാം കേട്ടോ. ഇത് വേറെ ആരെങ്കിലും ആണോ ഈ മാം? ഓക്കെ, ഗൗരി ചാറ്റ് ബോക്സിൽ ആൻസർ ടൈപ്പ് ചെയ്തിട്ടോ കേട്ടോ. ഞാൻ അത് നോക്കിയിട്ട് കറക്റ്റ് ആണെന്ന് പറയാം. അഭിരാം ഇവിടെ ഉണ്ടോ? യെസ്, അഭിരാമിന് ആൻസർ ചെയ്യാൻ പറ്റുമോ ഈ ക്വസ്റ്റ്യൻ? കണ്ണ് എങ്ങനെ വെക്കണം അക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് കിട്ടണമെങ്കിൽ? ഹൗ ഡസ് ദി പൊസിഷൻ ഓഫ് ഐ അഫക്ട് ദ അക്യുറസി വിത്ത് ദ സ്കെയിൽ? ഇപ്പൊ പറയാവേ. ഓക്കെ, ശ്രീയാന്റെ കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ആയുഷ് കറക്റ്റ് ആണ്. ഗൗരി, യെസ് ഗൗരിന്റെ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. വെരി ഗുഡ്. ഞാനും കറക്റ്റ് ആൻസർ ആണ്. അഭിരാം അറിയോ? അഭിരാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത കുട്ടിക്ക് പാസ് ചെയ്യാം, ടൈം കളയണ്ട. ആദ്യ പാസ് ചെയ്യട്ടെ? അഭിരാമിന് പറയണോ? ഓക്കെ, ആദ്യ പറഞ്ഞോ. ആദ്യ Now, first we want to keep the scale in the correct straight line, and the which object we want to measure. That object we want to keep it near the scale, the correct line. Don't we keep it like straight as standing line or okay, correct line? Yeah. So Okay, we can okay. measure the
മെഷർ ഇറ്റ് കറക്റ്റ്ലി. ഓക്കെ, കറക്റ്റ് ആണ്. ഫുൾ എല്ലാ പോയിന്റ്സും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ അത്രയും വലിയ ആൻസർ എഴുതണം എന്നില്ല. ഓക്കെ, ആദ്യം ആകെ ഒരു ഫസ്റ്റ് പോയിന്റ് മാത്രം എഴുതിയാലും മതി. പൊസിഷൻ എങ്ങനെ അഫക്ട് ചെയ്യുക, കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമ്മൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ അഫക്ട് ദ ആക്യുറസി. തെറ്റ് ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുക. സൈഡിന്നോ ഒക്കെ നോക്കിയാൽ സ്ട്രെയിറ്റ് കണ്ണ് അവിടെ തന്നെ കൊണ്ടുവച്ചിട്ട് വേണം നോക്കാൻ. ഇങ്ങനെ നമുക്ക് എറേഴ്സ് ഒഴിവാക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ ഒരു ഫിഗർ കാണിക്കുന്നുണ്ട്. എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ. ഈ ഹാൻഡ് റൈസ് ചെയ്തവരായിരിക്കും ഞാൻ ഇനി വിളിക്കുക കേട്ടോ. അനാമികക്ക് ഡൗട്ട് ആണോ? അനാമിക പറഞ്ഞു. അനാമിക നെക്സ്റ്റ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോട്ട് ഒന്ന് കാണിച്ചു തരുമോ? ഏത് ക്വസ്റ്റ്യനോ? ഇതാണോ? ആ, എടുത്തോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മുഹമ്മദ് ജയാൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. മുഹമ്മദ് ജയാൻ ഇവിടെ ഇല്ലേ? ഓക്കെ, പോയോ? ആ കൊടുത്തേക്കുന്ന 4 ഓപ്ഷൻസിൽ വിച്ച് അമോങ് ദീസ് ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ കാണിക്കാതെ. ജസ്റ്റ് മിനിറ്റ്. സ്ക്രീൻഷോട്ട് എടുത്ത് കഴിഞ്ഞില്ലേ നമുക്ക്? ഓക്കെ ഓക്കെ, വേഗം എടുത്തോ. ഏവൽ പറഞ്ഞോ. ഏവലിന് എന്ത് പറ്റി? സ്റ്റക്കാണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുവാണ് ഞാൻ. മുഹമ്മദ് ജയാൻ പോയോ? നീ അവിടെ പോയി? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. മാം ക്യാൻ യു സേ ആൻസർ പറയാനാണോ ഏവൽ? യെസ്? ഏവലിനോട് ഞാൻ ഇതുവരെ ഒന്നും ചോദിച്ചില്ല. ഇല്ല. നിന്റെ ഈ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്ത് ഞാൻ മാനസികമായി വിചാരിച്ചു നിന്നോട് ഞാൻ ഓൾറെഡി ക്വസ്റ്റ്യൻ ചോദിച്ചു. ഓക്കെ, എന്നാ ആൻസർ ചെയ്തോ. Jenny wants to measure the height of her son. She asks her son to stand against a wall. Which picture shows the correct way of marking his height? ഏതായിരിക്കും? ബി. ഓപ്ഷൻ ബി. വെരി ഗുഡ്. എല്ലാ കറക്റ്റ് ആൻസർ ആണ്. ഒത്തിരി പേര് കറക്റ്റ് ആൻസേഴ്സ് ഇട്ടിട്ടുണ്ട്. ഐ ജസ്റ്റ് റീഡ് ഔട്ട് ദ വൺ ഹു റോട്ട് ഇറ്റ് ഫസ്റ്റ്. ഓക്കെ, ഒരു 100 ബി ഇട്ട ധ്യാനാണ് ഫസ്റ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളത്. ഒരു 1000 ബി കൊണ്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ധ്യാനും ഏവലിനും കൺഗ്രാറ്റ്സ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ തിങ്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എക്സ്പ്ലനേഷൻ എന്താന്ന് ചോദിച്ചാൽ എന്ത് എഴുതുക? പിക്ചർ ബി ഷോസ് ദ കറക്റ്റ് വേ ഓഫ് മാർക്കിംഗ് ദ ഹൈറ്റ് as there is no parallax in this method. Alright? ഇതില് പാരലാക്സ് എറർ ഇല്ല. പാരലാക്സ് എന്നുള്ള വാക്കിന് അർത്ഥം എന്താ? സൈഡിൽ നിന്ന് നോക്കിയാൽ വരാവുന്ന ഒരു എറർ ആണ് പാരലാക്സ് എറർ. ഇവിടെ സൈഡിൽ നിന്നല്ല, നേരെ തന്നെ നോക്കുന്നതുകൊണ്ട് ആ എറർ ഉണ്ടാവില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജോയനക്ക് എന്താ ഡൗട്ട്? മിസ്സേ ഹൗ ഡു മറ്റേ അനാമിക ചോദിച്ച ക്വസ്റ്റ്യന്റെ ആൻസർ ഇതില്ലേ അതിന്റെ മുമ്പത്തെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ പറഞ്ഞ ഏത് ക്വസ്റ്റ്യൻ? അനാമിക ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ, ഫോട്ടോ എടുക്കാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ, അത് വേണോ? മുമ്പത്തെ ക്വസ്റ്റ്യൻ അത് ഇതിന്റെ മുമ്പ് ഉള്ള ക്വസ്റ്റ്യൻ. എടുത്തോ എടുത്തോ, ഫോട്ടോ എടുത്തോ. ഇതല്ല, ഇതിന്റെ മുന്നത്തെയാ? ഇതല്ല, ഇത് അത് പെട്ടെന്ന് എടുത്തോ, പെട്ടെന്ന് എടുത്തോ. സിദ്ധാർത്ഥന് ഡൗട്ട് എന്താ? ഓക്കെ മിസ്. എനിക്ക് ഡൗട്ട്. മിസ്സോ കാണിച്ചല്ലേ എയും ബിയും സിയും ഡിയും? അവിടെ ഒന്നും ഡിഫറെന്റ് ഇല്ലല്ലോ. കുഞ്ഞു കുഞ്ഞു ഹൈറ്റ് എല്ലാം സെയിം ആയിന്നല്ല. എന്താണ് എല്ലാം? എയും ബിയും സിയും ഡിയും എല്ലാം ഒന്നാണല്ല. ഒന്നല്ല, സൂക്ഷിച്ചു നോക്കിക്കേ. എങ്ങനെയായാലും അമ്മ മോന്റെ ഹൈറ്റ് നോക്കുന്ന നോക്കിയേ. ഒരെണ്ണത്തിൽ അമ്മ മേലെ നിന്നിട്ടാണ് നോക്കുന്നത്. അതേ തന്നെയല്ലേ വരുന്നത്. മേളിൽ താഴോട്ട് നോക്കുമ്പോ തെറ്റും, താഴെ മേലോട്ട് നോക്കിയാലും തെറ്റും. ഓക്കെ, ബട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നോക്കിയാലാണ് കറക്റ്റ് ഹൈറ്റ് കിട്ടുക. പറയടാ. രണ്ട് ഗൗരി ആറുണ്ട് ആണല്ലേ?
2 ഗൗരിയാറും 1 ഗൗരി ഓജിയും. ഉണ്ടെന്ന് തോന്നുന്നു. ശരിയാ. ഞാൻ കൊറേ ഗൗരികളെ വിളിച്ച ഓർമ്മയുണ്ട്. അതാ മിസ്സിന് കൺഫ്യൂഷൻ വന്ന് നേരത്തെ. ആയിരിക്കും. നെക്സ്റ്റ് ഹരേ കൃഷ്ണ. എന്താണ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ഡൗട്ട് ഉണ്ടോ? ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ഓക്കെ, അപ്പൊ അനെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞു. ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് മെഷറിംഗ് ആൻ ഒബ്ജക്ട് യൂസിങ് ആ ബ്രോക്കൺ സ്കെയിൽ. ഒരു ബ്രോക്കൺ സ്കെയിൽ വെച്ച് എങ്ങനെയാണ് മെഷർ ചെയ്യുക? ലെങ്ത് ഓഫ് ഒബ്ജക്ട്, ഓക്കെ, സ്പൈനൽ റീഡിംഗ് മൈനസ് ഇനീഷ്യൽ റീഡിംഗ്. വെരി ഗുഡ്. കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുതിയെടുത്തോ. ബ്രോക്കൺ എൻഡ്സ് ഉള്ള സ്കെയിൽ വെച്ച് മെഷർ ചെയ്യുന്ന ടൈമിൽ വി ഹാവ് ടു ടേക്ക് ദ റീഡിംഗ് ഫസ്റ്റ് ആൻഡ് ദെൻ സബ്ട്രാക്ട് ദ ഫൈനൽ റീഡിംഗ് ഫ്രം ദ ഇനിഷ്യൽ റീഡിംഗ്. ഓക്കെ, ഫൈനൽ റീഡിംഗ് ഇനിഷ്യൽ റീഡിംഗും കൂടെ സബ്ട്രാക്ട് ചെയ്യാം. ഇത് ഫസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്തത് അനേ തന്നെയാണല്ലേ? അനേ ഇത് ടൈപ്പ് ചെയ്തിട്ടായിരുന്നു അല്ലേ? അനേ കഴിഞ്ഞാൽ ചെയ്തത് ആരാധ്യയാണ്. ഓക്കെ, ആരാധ്യ എന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൻസേഴ്സ് ചാറ്റ് ബോക്സിൽ വേറെ ആരും ഇടുന്നത് ഞാൻ കാണുന്നില്ല. ആരാധ്യക്ക് ഉണ്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാപ്സ്. ഒരു എക്സ്പേർട്ട് എടുത്തത്. ഓക്കെ, നെക്സ്റ്റ്. ഇനി ആരാ മക്കളെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ? ഇനി ക്വസ്റ്റ്യൻ ബാക്കിയുണ്ടോ നോക്കട്ടെ. ഓ ഇല്ല, കഴിഞ്ഞു. ഓക്കെ, ദിസ് ഈസ് ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എല്ലാരും എഴുതിയെടുത്തോ. ഡൗട്ട്സ് ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ. നേഹ, സയൻസ് എക്സിബിഷൻ ഉണ്ട്. ഓക്കെ, അപ്പം അതിന്റെ അകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? ഈ ചാപ്റ്റർ റിലേറ്റഡ് ആണോ? അല്ല, ഈ മൈൻഡ്ഫുൾ ഈറ്റിംഗ് ഇല്ലേ? മൈൻഡ്ഫുൾ ഈറ്റിംഗ് ചാപ്റ്ററിനാ? ആ, എനിക്ക് അങ്ങനെ ഐഡിയാസ്. മൈൻഡ്ഫുൾ ഈറ്റിംഗ് ചാപ്റ്ററിൽ ഫുൾ ഹെൽത്തി ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ? വേണമെങ്കിൽ അതില് ഏതെങ്കിലും ഒരു ടെസ്റ്റ് ഒക്കെ ഇല്ലേ? സ്റ്റാർച്ച് ടെസ്റ്റ്, അങ്ങനെ കുറെ ടെസ്റ്റുകളില്ലേ? അതിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി, എക്സ്പെരിമെന്റ് ആയിട്ട് കാണിച്ചു നോക്കിക്കോ. എന്ന് വെച്ചാല് ഫോർ എക്സാമ്പിൾ ഇപ്പോ ഏതെങ്കിലും 2 ഫുഡ്സ് എടുക്കുക. എപ്പോഴും എല്ലാവരും കൺസ്യൂം ചെയ്യുന്ന ഏതെങ്കിലും ലേസോ ബിങ്കോയോ, കുട്ടികളൊക്കെ കഴിക്കുന്ന ഒരുപാട് കഴിക്കുന്ന ഒരു ജങ്ക് ഫുഡ് എടുക്കുക. ലേസ്, ബിങ്കോ അങ്ങനെ ഏതെങ്കിലും. പിന്നെ അധികം ആരും കഴിക്കത്തില്ല, ബട്ട് പേരൻസ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഹെൽത്തി ഫുഡ്, ചീരത്തോരൻ അങ്ങനെ ഏതെങ്കിലും ഫുഡ് എടുക്കുക. എന്നിട്ട് അതിനകത്ത് പ്രോട്ടീൻ ടെസ്റ്റോ സ്റ്റാർച്ച് ടെസ്റ്റോ ഏതെങ്കിലും ടെസ്റ്റ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യുക. ഇതിൽ പ്രോട്ടീൻ ഇത്ര ക്വാണ്ടിറ്റിയിലുണ്ട്, ദിസ് ഇസ് വെരി ഹെൽത്തി, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത് എന്ന് കുട്ടികളെ പ്രൂവ് ചെയ്ത് കാണിച്ചാൽ അവർക്ക് കഴിക്കാൻ തോന്നൂലേ? അങ്ങനെ എന്തെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, താങ്ക് യു. സിദ്ധാർത്ഥ് എന്താണ് സിദ്ധാർത്ഥിന്റെ ഡൗട്ട്? ക്രിക്കറ്റ് പോയിടാ. എന്താണ്? ക്രിക്കറ്റ് പോയിടാ മിസ്. അറിയാണ്ട് ക്ലിക്ക് ആയി പോയതാ. ഗൗരി ഓജി ഒറിജിനൽ ഗൗരിയാണോ? മാം, എന്നെ എല്ലാരും അങ്ങനെ തന്നെ വിളിക്കും. ആണല്ലേ? ഓജി കേൾക്കുമ്പോ അങ്ങനെ വിളിക്കുന്നുണ്ട്. ഗൗരി, യെസ് ടെൽ മീ, എന്താ ഡൗട്ട്? എന്താ? ക്ലാസ് അപ്പൊ കഴിഞ്ഞോ? ഇന്ന് ഇത്രേ ഉള്ളൂ. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ നമുക്കൊരു 5 മിനിറ്റ്സ് കൂടെ ഉണ്ട്, 6 മിനിറ്റ്സ് കൂടെ ഉണ്ട്. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ കുറെ ഹാൻഡ്സ് കാണുന്നുണ്ട്. ഞാൻ ഓരോരുത്തരുടെ അടുത്തായിട്ട് ചോദിച്ചു വരുമ്പോഴത്തേക്ക് ആ സമയം ഒന്ന് പൊക്കോളും. ഓക്കെ, അനാമിക. ഞാൻ ലീവ് ചെയ്തോട്ടെ എന്നാ? ലീവ് ചെയ്തോ. ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഡൗട്ട് ഉള്ളവർ മാത്രം സ്റ്റേ ചെയ്താൽ മതി. ദിയ? മാം, നേരത്തെ നിഷയ തോന്നുന്നു, അവള് ഒരു എക്സിബിഷനെ പറ്റി ചോദിച്ചില്ലേ? എന്റെ സ്കൂളിൽ അങ്ങനെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടിയിട്ട് മില്ലറ്റ്സ് ഒക്കെ ഫുഡ്സ് കൊണ്ടുവന്നിട്ട് പ്രിൻസിപ്പൽ സാറിനെ വിളിച്ച് വെൽക്കം ചെയ്ത് സാറിന് ടേസ്റ്റ് ഒക്കെ ചെയ്യാൻ കൊടുക്കുന്നത്. നല്ലതാണ്. അങ്ങനത്തെ എക്സിബിഷൻസ് ഒക്കെ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. കാരണം നിങ്ങൾ സ്മോൾ കുട്ടികളല്ലേ, അപ്പൊ നിങ്ങൾക്കൊക്കെ വളരെ എക്സൈറ്റിംഗ്, ക്യൂരിയസ് ആയിട്ട് തോന്നുന്ന പ്രാക്ടീസ് ആയിരിക്കും. ഈ ടെസ്റ്റ് ഒക്കെ ചെയ്ത് കണ്ട് ഹെൽത്തി ആണെന്ന് കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇത് കഴിക്കാൻ തോന്നും. അങ്ങനെയൊക്കെ ചെയ്യണം. ഓക്കെ, തേജസ്വിനി. ബൈ മാം. മാം, എനിക്ക് സ്കൂളിൽ നമ്മൾക്ക് ഒരു മാക്മില്ലൻ ഒരു സയോധ്യ ഉണ്ട്. അതിനു വേണ്ടി അവർ പറഞ്ഞു നമുക്കിങ്ങനെ ഫോൺ
ഇങ്ങനത്തെ സെക്യൂരിറ്റി ക്യാമറ ഒരു അഡ്വാൻസ്ഡ് ആയിട്ട്, പക്ഷെ അത് ഇറ്റ്സ് നോട്ട് ബി എക്സിസ്റ്റിംഗ്. നമ്മൾ തന്നെ നമ്മളെ ക്രിയേറ്റിവിറ്റി കൊണ്ട് അത് കുറെ ചിലതെല്ലാം നമ്മൾ ആലോചിക്കുമ്പോ അത് എക്സിസ്റ്റിംഗ് ആണ്, ഒന്നുമില്ല നോട്ട് എക്സിസ്റ്റിംഗ്. മാം ഒരു ഐഡിയ തരുമോ? കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് റീഡ് ചെയ്യാമോ ഇംഗ്ലീഷില്? കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനോ അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? പ്രോംപ്റ്റ് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? നമ്മുടെ ഇഷ്ടം. എന്നാ ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എനിക്ക് കറക്റ്റ് ആയിട്ട് സബ്ജക്ട് മനസ്സിലായില്ല, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു. അല്ലാത്ത Ma'am, our school is holding a Macmillan in Augusticia in around August 27th. Okay. So what it is, we had to make some kind of creativity, like techniques that help people. That's our daily life. That it's help us in our daily life, but it should not be existing. It should be in our creativity. Okay. Could you give some idea? Scientific ആണോ? Should it be related to science? Yes. Okay. Scientific ആണെങ്കിൽ you can try making some, എന്താ പറയാ, 6th സ്റ്റാൻഡേർഡ് ലെവൽ വേണല്ലേ? 6th സ്റ്റാൻഡേർഡ് ആകുമ്പോ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ചാറ്റ് ജിപിടിയിലൊക്കെ അടിച്ച് നോക്കിയാൽ നല്ല ഓപ്ഷൻസ് കിട്ടും എന്ന് തോന്നുന്നു. പെട്ടെന്ന് എന്റെ മനസ്സിൽ വരുന്നത് യു ക്യാൻ ട്രൈ മേക്കിംഗ് ചോപ്പർ, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു കുഞ്ഞു വാഷിംഗ് മെഷീൻ, ഒരു മോട്ടറൊക്കെ അച്ഛനോട് ഘടിപ്പിച്ച് തരാൻ പറഞ്ഞ ഒരു കുഞ്ഞു വാഷിംഗ് മെഷീനോ അങ്ങനെ എന്തെങ്കിലും. പക്ഷെ അതൊന്നും ഒരുപാട് യൂസ്ഫുൾ അല്ല. Or you can take some plastic bottles and make a sand clock. ഒരു സാൻഡ് ക്ലോക്ക് ഒക്കെ ഉണ്ടാക്കിയ ടൈം മെഷർ ചെയ്യാൻ യൂസ് ചെയ്യാം. അങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ. എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒത്തിരി ഐഡിയാസ് ഒന്നും വരുന്നില്ല. അങ്ങനത്തെ അല്ല മാം. നമുക്ക് ഇങ്ങനത്തെ സെക്യൂരിറ്റി ക്യാമറാസ് ഇല്ലേ? എന്റെ മാം പറഞ്ഞു, ഫോർ എക്സാമ്പിൾ ഒരു സെക്യൂരിറ്റി ക്യാമറ നമ്മൾ കാലടിക്കുമ്പോ മോർ ദാൻ 2 സെക്കൻഡ് കണ്ണടിക്കുമ്പോ നമ്മളെ അലേർട്ട് ആക്കും. അവർ പറയും എന്താ, പെട്ടെന്ന് വെള്ളപ്പോയി കുടിക്കി, പക്ഷെ നിങ്ങൾ കുഞ്ഞു കുട്ടികളുടെ ലെവലിൽ അതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ജസ്റ്റ് ഐഡിയ പ്രപ്പോസൽ എഴുതിക്കൊണ്ട് പോയാൽ മതിയോ? അല്ല ചെയ്യുന്നത്. ഉണ്ടാക്കണ്ടേ? നിങ്ങൾ എങ്ങനെയാ ഇതുണ്ടാക്കുവോ? ലൈക്ക് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ചെയ്യുന്ന റിസർച്ച് പ്രൊജക്ട് പോലെ ഉണ്ട് കേൾക്കാൻ. എന്റെ ചാറ്റഡ് എഞ്ചിനീയർ ആണ്. ചാറ്റിനോട് ചേട്ടന്റെ അടുത്ത് ചോദിക്കുന്നതായിരിക്കും നല്ലത്. ചേട്ടൻ നല്ല ഐഡിയാസ് പറഞ്ഞു. എനിക്ക് ജസ്റ്റ് മോഡൽ ഉണ്ടാക്കി തരും, അല്ലെങ്കിൽ എന്റെ അച്ഛൻ. ടോപ്പിക് വേണം. എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ട്രൈ ചെയ്യാം. ഒരു മിക്സറോ വാഷിംഗ് മെഷീനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ, എന്താ പറയാ, വേറെ ചാറ്റ് ജിപിടിയിൽ സെർച്ച് ചെയ്ത് നോക്ക്. കുറെ ഐഡിയാസ് തരും. അതിൽ നിന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ ഓക്കെ. വേറെ ആർക്കാ ഡൗട്ട്സ്? കഴിഞ്ഞോ ഡൗട്ട്സ്? ബാക്കിയുള്ളവർക്ക് ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ സെഷൻ തീർന്നു കേട്ടോ. യു ക്യാൻ ലീവ് ദ സെഷൻ. എനി ഡൗട്ട്സ്? സേവൽ, ഹർഷദ്, നിഹ, ഋതു, ലീന, ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും? Okay, doubts ഒന്നും ഇല്ലെങ്കിൽ that's it about today's session. I hope you understood everything. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ കൊണ്ടുവന്നാൽ മതി. Okay, bye bye, see you, tata, good night.